നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഈ ഫലങ്ങളുടെ ആഴവും പരപ്പും മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കൂടിയാണ്. UDF ക്യാമ്പിൽ പ്രതീക്ഷിക്കാത്ത റിസൾട്ടിൻ്റെ അമ്പരപ്പും ആഹ്ലാദ തുമർപ്പുമാണെങ്കിലും LDF വ്യക്തമാക്കുന്നത് ഇത് കേവലം തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രാദേശിക വികാരം മാത്രമാണ് എന്നാണ്. പഞ്ചായത്ത് വേറെ നിയമസഭ വേറെ എന്ന പാഠം കേരളം 2011-ലും 2016-ലും പഠിച്ചതാണ്. ഇടതുപക്ഷം പറയുന്നത് പോലെ 2010-ലെ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫലം തിരുത്താനുള്ള ഒരവസരമാണ്. എല്ലാ വിഭാഗങ്ങളിലും മുന്നിലെത്തിയിട്ടും ഇത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDF ഇത് UDFിനോടുള്ള വിശ്വാസമാണ് എന്ന് കരുതുന്നില്ല. UDFിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമായിട്ടും അത് റിസൾട്ടിൽ പ്രതിഫലിക്കാത്തത് എന്തുകൊണ്ടാണ്? ക്ഷേമപ്രവർത്തനങ്ങൾ വിട്ട് ശബരിമലയ്ക്കും രാഹുലിനും പിന്നാലെ പോയത് UDFിന് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തെങ്കിൽ ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ചിട്ടും പന്തളത്ത് BJPക്ക് ഭരണം നഷ്ടമായത് എങ്ങനെയാണെന്ന് പറയേണ്ടത് UDF അല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയം കോൺഗ്രസിൻ്റെ ദയനീയ തകർച്ചയുടെ കൂടി ഫലമായിരുന്നോ എന്ന് കൂടി കണ്ടെത്തണ്ടേ? പാലക്കാട് ഒഴികെ സംസ്ഥാനത്ത് മറ്റ് ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് കൂടി പറയണ്ടേ? ശബരിമല വിഷയം ഉയർത്തിയിട്ടും പന്തളത്ത് വിജയിക്കാത്തതിന് അവർ നൽകുന്ന മറുപടി എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ ഇടത് പാർട്ടികൾ നേരിടുന്ന പുതിയ കാലത്തെ ആശയവിനിമയ പ്രതിസന്ധികൾ കൂടി ഒരു പ്രധാന ഘടകമാണോ എന്ന് അവരും പരിശോധിക്കണം. BJP, ജമാഅത്തെ ഇസ്ലാമി, ലീഗ്, SDPI, കാസ തുടങ്ങിയ മതാത്മക പാർട്ടികൾക്ക് സ്വത്വ രാഷ്ട്രീയത്തിലൂടെ വോട്ടർമാരുടെ അടുക്കളയിൽ വരെ എത്താനുള്ള ശേഷിയും വ്യാവസായിക അടിസ്ഥാനത്തിൽ മെസ്സേജിംഗ് ആപ്പുകൾ വഴി നുണകൾ പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ റൂമർ ടൂളുകൾ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത മാർഗങ്ങളെ മറികടക്കുന്നുണ്ടോ? ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പ്രാദേശികമായി ചിന്തിച്ചത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത് അമിത ആത്മവിശ്വാസം കൊണ്ടാണോ? LDF ആത്മവിശ്വാസത്തോടെ പറയുന്നു, ജനങ്ങളോട് സംസാരിച്ച് പറയേണ്ടത് പറഞ്ഞ് അവരെ കേട്ട് അവർക്കിടയിൽ പ്രവർത്തിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മൂന്നാം അവസരത്തിന് തയ്യാറെടുക്കുകയാണ് പിണറായി സർക്കാർ എന്ന്. LDFിൻ്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ ഇപ്പോൾ കണ്ട ആശ്വാസവും തകരുന്ന സ്ഥിതിയിലാണോ UDFും BJPയും? ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോൺഗ്രസ് യാത്രികൻ N. ശ്രീകുമാർ, BJP വക്താവ് നന്ദു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് K. അനിൽകുമാർ, താങ്കളിലേക്കാണ് വരുന്നത്. ക്ഷേമ പെൻഷൻ, മറ്റ് ജനക്ഷേമ കാര്യങ്ങൾ, വികസനം, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ 3.0യിലേക്ക് ഇടത് സർക്കാരിൻ്റെ മൂന്നാമത്തെ അവസരത്തിലേക്ക്, തുടർച്ചയായ മൂന്നാം അവസരത്തിലേക്ക് പോകും എന്ന് തന്നെ പൊതുവെ പറയപ്പെട്ട ഒരു ഘട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായിട്ടുണ്ടോ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധി നോക്കിയാണോ നിങ്ങൾ ഈ മൂന്നാം അവസരത്തിലേക്കൊക്കെ പോകാൻ ഇരുന്നത്? നിങ്ങളുടെ നിലപാടുകളിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഇപ്പോൾ വന്ന ഈ വിധിയെഴുത്ത് എങ്ങനെയാണ് ഈ അവസ്ഥയെ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്? മറ്റുള്ളവർ പറയുന്ന അർത്ഥത്തിലാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് എന്ന് ചേർത്തത്. പറയൂ അനിൽകുമാർ. ഇടതുപക്ഷം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വയംവിമർശനം നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ, അതിൻ്റെ വ്യത്യസ്തതകളെ പഠിപ്പിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാനായിട്ടില്ല എന്നാണ് ഒന്നാമത്തെ തിരിച്ചറിവ്. ഇപ്പോൾ നമ്മുടെ അസമത്വം സംബന്ധിച്ച ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ അസമത്വ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യക്കകത്തെ അസമത്വങ്ങളുടെ ആഴം വിവരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? അനുദിനം ദാരിദ്ര്യമേറിക്കൊണ്ടിരിക്കുന്ന, അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചാണ് ഇത്തവണത്തെ ഔട്ട്ലുക്ക് വാരിക. അവർ ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ രാജ്യത്ത് ഇത്രയും ദയനീയമായ വിധം, ഭീതിതമായ വിധം അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇടതുപക്ഷം ദുർബലപ്പെടുന്നത്? നിങ്ങൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ സമീപിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെ ദുർബലതയുണ്ടാകുന്നു? ഇന്ത്യ രാജ്യത്ത് കൂടുതൽ ജോലി സമയം വേണം എന്ന് പറഞ്ഞ് ലേബർ നിയമം നടപ്പാക്കുകയാണ് മോദി സർക്കാർ. 12 മണിക്കൂർ ജോലി സമയത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നു. 8 മണിക്കൂർ ജോലി എന്നുള്ളത് മറന്നു കളയുക, ഇതാണ് അവരുടെ വാദം. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്
ഇന്ത്യയിലെ ജനങ്ങളെ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ഇടതുപക്ഷം സ്വയംവിമർശനപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്താ? ഈ അസമത്വത്തിൻ്റെ അകലം ഏറ്റവും കുറവുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഭൂമിയില്ലാത്തവരുടെ എണ്ണം വളരെ കുറവ്. ഏറ്റവും ഉയർന്ന കൂലി കിട്ടുകയാണ് കേരളത്തിൽ. ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ പോകുന്ന ഒരു കേരളം. കൊഴിഞ്ഞുപോക്കില്ലാത്ത കേരളം. ജനനനിരക്കിൻ്റെ കാര്യത്തിൽ, മരണനിരക്കിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പ്രസവത്തോടൊപ്പം കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കുക, അമ്മമാർ മരിക്കാതിരിക്കുക, ഇതിലൊക്കെ ലോക നിലവാരമാണ് കേരളത്തിന്. അപ്പോൾ ഈ അസമത്വം എന്ന് പറയുന്നത് ഇങ്ങനെ കുറയുന്ന ഒരു കേരളത്തിനകത്ത് ഇടതുപക്ഷം ചെയ്ത സംഭാവനകളെക്കുറിച്ച് തിരിച്ചറിയണ്ടേ? ചരിത്രബദ്ധിരത എന്നൊരു വാക്ക് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രബദ്ധിരത എന്ന വാക്ക് പ്രയോഗിച്ചത് ഫ്രെഡറിക് ജെയിംസണാണ്. നാം എങ്ങനെ നമ്മളായി? ഈ കേരളം ഇന്നത്തെ നിലവാരത്തിലേക്ക് എങ്ങനെ എത്തി? ഈ ചോദ്യമാണ് ചരിത്രബാധിര്യമുള്ള ഒരു സമൂഹം തിരിച്ചറിയാതെ പോകുന്നതെന്ന് ഫ്രെഡറിക് ജെയിംസൺ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കേരളത്തെക്കുറിച്ചല്ല. ഇന്ന് മിച്ചഭൂമി സമരത്തെക്കുറിച്ച് അറിയാത്ത, കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് അറിയാത്തൊരു സമൂഹമുണ്ട്. ആ സമൂഹം വോട്ട് ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ചാനലുകളൊക്കെ വന്നിരുന്നു. ഇന്നിപ്പം ഞാൻ മനോരമയുടെ മുഖപ്രസംഗം കണ്ടു. മുഖപ്രസംഗം തൊട്ട് അത്ഭുതപ്പെടുകയാണ് ഞാൻ ചെയ്തത്. കേരളത്തിലെ റോഡുകളൊന്നും നന്നായിട്ടില്ല. ഒരു 3-4 കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. കേരളത്തിലെ ഒന്നാമത്തെ പത്രം ഒരു മുഖപ്രസംഗം എഴുതുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ഇടതുപക്ഷം ഉൾക്കൊള്ളേണ്ട എന്തെങ്കിലും പറയണ്ടേ? കേരളത്തിലെ റോഡുകൾ നന്നായിട്ടില്ലയോ? അപ്പം ഇടതുപക്ഷത്തെക്കുറിച്ച് എന്താണ് ഇവർ എഴുതി വെക്കുന്നത്? എന്താണ് അവരുടെ വായനക്കാരെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ 1-2 കാര്യങ്ങൾ പ്രൊപ്പഗണ്ടിസ്റ്റുകൾ. എന്താണ് പ്രൊപ്പഗണ്ട? ഇടതുപക്ഷം എത്രത്തോളമാണോ പരാജയപ്പെട്ടത് അതിനേക്കാൾ കൂടുതൽ പരാജയമുണ്ടായി എന്നൊരു ആഖ്യാനം ഉണ്ടാക്കാനാണ് ഒരു കൂട്ടർ നോക്കുന്നത്. എത്രത്തോളം തോറ്റുവെന്ന് ഇടതുപക്ഷത്തിന് നന്നായിട്ടറിയാം. എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി, എന്താണ് ദൗർബല്യം, അത് ഇടതുപക്ഷം വസ്തുനിഷ്ഠമായി വിലയിരുത്തും. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, തോറ്റതിൻ്റെ കാരണം എതിരാളിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പഠിപ്പിക്കുകയാണ്. ആ മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, അതാണ് മലപ്പുറത്ത് പ്രതിപക്ഷം ഇല്ലാതായത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആഖ്യാനമാണ്, മുസ്ലിം ലീഗിൻ്റെ ആഖ്യാനമാണ്. അപ്പോൾ ഇവിടെയാണ് ഇടതുപക്ഷം കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞങ്ങൾ വിജയിച്ചൊരു കാര്യമുണ്ട്. എന്താണ് വിജയിച്ച കാര്യം? ഒന്ന്, തൃശ്ശൂർ ജില്ലയിൽ ഒരു ലോക്സഭാ സീറ്റ് കിട്ടിയ BJPക്ക് കേന്ദ്രമന്ത്രിയുടെ മണ്ഡലത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനായോ? എന്തുകൊണ്ടായില്ല? 2, ഒരു തവണ ജയിച്ച സ്ഥലത്ത് BJP പിന്നെ ജയിക്കുന്നില്ല. പാലക്കാട് അവർ കിതച്ചു. അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ അവർ തോറ്റു. അപ്പോൾ അതിനർത്ഥം എന്താണ്? തിരുവനന്തപുരത്ത് ജയിച്ചാലും ഏറ്റവും ആദ്യം അധികാരത്തിൽ നിന്ന് പുറത്താകുന്നവരായിരിക്കും BJP. കാരണം എന്താണ്? അവരുടെ ഒരു മാതൃക നമ്മുടെ ലോകത്തിന് മുന്നിൽ ഇല്ല, കേരളത്തിന് മുന്നിൽ ഇല്ല, ഇന്ത്യക്ക് മുന്നിൽ ഇല്ല. ഏത് മാതൃക നടപ്പാക്കുമെന്ന? 12 കൊല്ലമായിട്ട് ഭരിക്കുന്നൊരു പ്രധാനമന്ത്രിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ ബോധത്തെക്കുറിച്ച്, അത് സ്ട്രൈക്കിംഗ് പോയിൻ്റാണ്. രാജീവ് ചന്ദ്രശേഖർ ഒളിമ്പിക്സ് നടത്തുമെന്ന് പറഞ്ഞു. അത് വലിയ ഹൈടെക് മുദ്രാവാക്യമായിപ്പോയി. ഇതൊക്കെയാണ് ആളുകൾ പുകഴ്ത്തുന്നത്. ആലോചിച്ച് നോക്കൂ, എന്താണ് പ്രൊപ്പഗണ്ടയുടെ ആഴം, പ്രൊപ്പഗണ്ടയുടെ വലിപ്പം. അപ്പോൾ കേരളത്തിൽ നാം നേടിയ നേട്ടങ്ങൾ മൂടി വെക്കുന്നു. ഇനി വോട്ട് നില നോക്കിയാലോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF UDF തമ്മിൽ വ്യത്യാസം എത്രയാണ്? നാളെ കണക്ക് വരുമല്ലോ, ഒന്ന് പരിശോധിച്ച് നോക്ക്. ഏതാണ്ട് 35% അടുത്ത് നിൽക്കുകയാണ് രണ്ട് കൂട്ടരും. അതിനർത്ഥം എന്താണ്? ഇടതുപക്ഷം അങ്ങനെ തോറ്റത് കൊണ്ടല്ല, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് നില തകർന്നതുകൊണ്ടല്ല BJP ഒന്നാം സ്ഥാനത്ത് വന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ UDF 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഡിവിഷനുകൾ 41 ഒന്ന് പരിശോധിക്കണം. അതിനർത്ഥം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനാകും. അവിടെ LDFനാണ് നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുക. കാരണം എന്താണ്? UDF അവിടെ 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്തുള്ള UDFനെ നമ്പിയിട്ട് തിരുവനന്തപുരത്ത് BJP തോൽപ്പിക്കാൻ പറ്റുമോ? ഇതാണ് പാറ്റേൺ വരാൻ പോണത്. അനിൽകുമാർ, ആ പറഞ്ഞ കാര്യത്തിൽ ഈ കാര്യം ഇപ്പോൾ തുടർച്ചയായ ചർച്ചയിലേക്ക് വരുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്തെ കാര്യം. അതിൽ ആ ഒരു കാര്യത്തിൽ 3-ാം സ്ഥാനത്ത് ഇങ്ങനെ 41 വാർഡുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു അസ്വാഭാവികത അതിനകത്തുണ്ട് എന്ന് ഇന്നൊരു ചർച്ചയിൽ ആരൊക്കെയോ പറയുന്നത് കേട്ടു ഇവിടെ ഇപ്പോൾ വൈകുന്നേരം. അതുപോലെ ശശി തരൂരിനെ പോലെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾക്കൊള്ളുന്ന ഭാഗത്തെ MP ആണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഇപ്പോൾ കാണുന്നതും ഒക്കെ വായിച്ചുള്ള വിശകലനങ്ങളാണ്.
അപ്പോൾ ഇതിനകത്ത് ഒരു കൃത്രിമത്വം അല്ലെങ്കിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് നിങ്ങളിപ്പോൾ കാണുകയാണോ പഠിക്കുന്ന ഘട്ടത്തിൽ? അല്ല, ഞാൻ പറയുന്നൊരു കാര്യം, BJP UDF ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ പോയിൻ്റ് അതല്ല. ശശി തരൂർ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ജയിച്ചു? ഫസ്റ്റ് പോയിൻ്റ് അതാണ്. ശശി തരൂർ ജയിച്ചിട്ടില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, ഇല്ല കുമ്മൻ രാജശേഖരൻ ജയിക്കും. അപ്പോൾ എന്ത് വേണം? മതന്യൂനപക്ഷങ്ങൾ കൂട്ടായിട്ട് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യുന്ന ആർക്കാണ്? കോൺഗ്രസിനാണ്. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ മണ്ഡലങ്ങളിൽ BJP തോൽപ്പിക്കാൻ വേണ്ടി എവിടെയാണ് ആളുകൾ വോട്ട് ചെയ്യേണ്ടത്? കോൺഗ്രസിനാണോ? ഏതാണ്ട് 5 സീറ്റുകളോട് അവിടെയുണ്ട്. ആ 5 സീറ്റുകൾ LDFന് ഗ്യാരണ്ടിയായി. ഈ ഫലം, തിരുവനന്തപുരത്തെ ഫലം 5 സീറ്റുകളും LDFന് ഉറപ്പിക്കുന്നു. ഇതാണ് തെക്കൻ തുടങ്ങാൻ പോകുന്ന കാറ്റ്. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വിവേകമുള്ളവരാണ്. ആ വിവേകത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്താൽ ഒരു സംശയം വേണ്ട, BJPയെ ദുർബലപ്പെടുത്താനുള്ള വോട്ടാണ് കേരളത്തിൽ നിന്ന് വേണ്ടത്. അത് ഇന്ന് ഏറ്റവും സമർത്ഥമായി ചെയ്യാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. നരേന്ദ്രമോദി തട്ടിട്ട് തുള്ളി കിട്ടും. എന്തെങ്കിലും ഒരു കുറ്റകൃത്യം കേരളത്തിലെ LDFനെതിരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? ഊഹാപോഹം ഉണ്ടാക്കുന്നതല്ലാതെ. അവസാനമാണ് നമ്മുടെ കിബി വഴി പൊതു ആവശ്യത്തിന് സ്ഥലം അക്വയർ ചെയ്ത് EDയുടെ കടലാസം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മുഖ്യമന്ത്രിക്കെതിരെ, തോമസ് ഐസക്കിനെതിരെ, കിബിക്കെതിരെ, ആർക്കെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവരുടെ പൂരം? ഈ കടലാസുമായിട്ട് വന്നിരിക്കുക എന്തിന്? പൊതുസ്ഥലം ഏറ്റെടുത്തതിന്, പൊതു ആവശ്യത്തിന്. ഇതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. പക്ഷേ എന്താണ്? പ്രൊപ്പഗൻഡയാണ്. ഒന്നാമത്തെ പ്രൊപ്പഗൻഡ എന്താണ്? ഇടതുപക്ഷത്തിന് കേന്ദ്രത്തിന് മുന്നിൽ നിന്നും എന്തോ നേടാനുണ്ട് വ്യക്തിപരമായി. അങ്ങനെ വ്യക്തിപരമായി ഒന്നും നേടാനില്ല. ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ K4ൻ്റെ കാര്യത്തിൽ പോയ പോലെ, AI ക്യാമറയുടെ കാര്യത്തിൽ പോയ പോലെ, മാസപ്പടിയുടെ കാര്യത്തിൽ പോയ പോലെ നിയമയുദ്ധത്തിനൊരുങ്ങൂ. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇനി 6 മാസക്കാലം ഉണ്ടല്ലോ, ഞങ്ങൾ തോക്കുമോ നോക്കട്ടെ, ഞങ്ങൾ തോൽപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ ചാനൽ ചർച്ചയിലോ മാധ്യമങ്ങളുടെ ചില പ്രൊപ്പഗൻഡയിലോ ചിലപ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞങ്ങൾ വേണ്ടത്ര മറികടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളെ കോടതി തോൽപ്പിക്കാൻ പറ്റത്തില്ല ഒരു സതീശനും. ഒരു മോദി വിചാരിച്ചാലും നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ ഞങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല. ഇനി ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? നമ്മുടെ സുപ്രീം കോടതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് BC നിയമനം സംബന്ധിച്ച്. അതിനെതിരെ പൊരുകുന്ന ഇടതുപക്ഷം, ഗവർണറുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഇടതുപക്ഷം, ഞങ്ങളാ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് മാധ്യമങ്ങളുടെ പങ്ക്? ഗവർണർ മുഖ്യമന്ത്രി പോരെ. അത് അങ്ങനെയാണത്? ഗവർണർ മുഖ്യമന്ത്രിയായിട്ടാണോ പോര്? അപ്പം ഞങ്ങൾ PMCയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഇവിടെ കോംപ്രമൈസ് ചെയ്താൽ മതി. കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഒരു വിട്ടുവീഴ്ചയില്ല സംഘപരിവാരമായിട്ട്. പക്ഷേ ഭരണതലത്തിൽ മുഖ്യമന്ത്രിക്ക് ഗവർണറുമായി ഇടപെടേണ്ടി വരും, മന്ത്രിമാർക്ക് ഇടപെടേണ്ടി വരും, പ്രധാനമന്ത്രിയായിട്ട് ഇടപെടേണ്ടി വരും. ഇടപെട്ടാൽ അത് അന്തർധാര. ഇതൊരു ആഖ്യാനാണ്. അനിൽകുമാർ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ ജനങ്ങളുമായി സംവദിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ വികസനവും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമാണ് നിങ്ങൾ പറയാൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴൊക്കെ മറ്റു കാര്യങ്ങൾ കൊണ്ടുവരാൻ ആണ് പ്രതിപക്ഷം ശ്രമിച്ചത്. അതൊക്കെ കൃത്യമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞു പോകുക എന്നതും കൂടി ഈ പറയുന്ന പരിശോധനയിലുണ്ടാകും. അതായിരിക്കും തിരുത്തലിൻ്റെ ഒരു ഘട്ടത്തിൽ നടക്കുക. ഇത് തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്ന ദ്രോഹത്തിനെതിരായ സമരത്തിൻ്റെ ഒരു ഘട്ടം നമ്മൾ നടത്തിയിരുന്നു. ആ യുദ്ധം കോടതിയിലേക്കാണ് പോയിരുന്നത്. പക്ഷേ സുപ്രീം കോടതി എന്താ ചെയ്യുന്നത്? സുപ്രീം കോടതി ഇങ്ങനെ വലിച്ചു നീട്ടുകയല്ലേ. മനസ്സിലാക്കാഞ്ഞിട്ടാ ആ താൽക്കാലിക VCമാരെ വെച്ച് നിയമവിരുദ്ധമാണെന്ന് ഇവിടുത്തെ 2 കോടതികൾ വിധിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്തിനാണ് വെച്ച് നീട്ടുന്നത്? അവരെ പുറത്താക്കിയിട്ടുണ്ടോ സംസാരിക്കാൻ? അപ്പോൾ കോടതി വഴിയുള്ള പരിഹാരം നോക്കി, പരിഹാരം താമസം എടുക്കുന്നു. അപ്പോൾ എന്ത് വേണം? ജനങ്ങളെ അതിനകത്ത് വഴിയിലേക്ക് ഇറങ്ങണം. നമ്മുടെ കേരളത്തിൻ്റെ റെയിൽവേ വികസനം എന്താ കേന്ദ്രം ചെയ്യുന്നത്? നാട്ടുകാരെ കൊണ്ട് വഴിയിലേക്ക് ഇറങ്ങുന്നേ. അങ്ങനെയുള്ള പോരാട്ടത്തിൻ്റെ വഴികളിലൂടെ മാത്രമേ ഇവരെ പഠിപ്പിക്കാൻ പറ്റൂ. ഈ ദേശീയ പണിമുടക്കെന്ന് പറയുന്നത് ഒരിക്കൽ നടത്തിയിട്ടുണ്ട്, അതാ വീണ്ടും വരേണ്ടി വരികയാണ് ഈ തൊഴിൽ നിയമത്തിനെതിരായി. നമുക്ക് നോക്കാം. ഇടതുപക്ഷം പോരാടിക്കൊണ്ട് മാത്രമേ ജയിക്കൂ. ഒരു മാധ്യമ പരിലാളനയിലോ അല്ല ഏതെങ്കിലും തരത്തിലുള്ളൊരു കാറ്റിൻ്റെ മേലെയോ അല്ല ജയിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയുന്നു, കറയറ്റ മതനിരപേക്ഷതയായിരിക്കും LDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.
അതിൽ സംശയമുണ്ടാകത്തക്ക വിധം എന്തെങ്കിലും ആഖ്യാനങ്ങൾ കടവരുത്തുന്നുണ്ടെങ്കിൽ ഇടവരാത്ത വിധം കറയറ്റ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക എന്നതായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. യെസ്. 2, സമരഭരിതമാണ് ഇടതുപക്ഷം. ആ സമരഭരിതമായ ഇടതുപക്ഷത്തിൻ്റെ സമരനാളുകളെയാണ് ഇനി കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും കേരളത്തിലെ LDFിൻ്റെ ഭരണ നേട്ടങ്ങൾ മുതൽക്കൂട്ടാണ്. അതോടൊപ്പം കാതു കേൾക്കാത്തവർ കാത് കേൾക്കണമെങ്കിലോ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരുടെ കണ്ണ് കാണണമെങ്കിലോ അതിനെന്ത് വേണം? അതിനുള്ള പോരാട്ടങ്ങൾ വേണം. ആ പോരാട്ടങ്ങൾ ഉയർന്നു വരും, തെരുവുകൾ സമരഭരിതമാക്കും. ഇതാണ് ഞങ്ങളുടെ മറുപടി. ശരി. എൻ ശ്രീകുമാർ, അതായത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ആ രാഷ്ട്രീയമല്ല കൊണ്ടുപോകേണ്ടിയിരുന്നത്. സർക്കാർ അല്ലെങ്കിൽ CPM ഇടതുപക്ഷം കൃത്യമായി അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ മതനിരപേക്ഷതയുടെ കറയറ്റ മതനിരപേക്ഷതയുടെ അവരുടെ നിലപാട് ജനങ്ങളിലേക്ക് കൃത്യമായി പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് എന്താണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൃത്യമായി അവർക്ക് പറയാൻ ഇപ്പോൾ കാരണങ്ങളുണ്ടല്ലോ. മതനിരപേക്ഷത അപ്പുറത്ത് എത്രത്തോളമാണ് എന്നുള്ളത്. അതുപോലെ സമരഭരിതമാക്കിക്കൊണ്ട് തന്നെ നിയമപരമായ യുദ്ധവും അപ്പുറത്ത് നടത്തേണ്ടത് അതും സമരത്തിൻ്റെ ഭാഗമാണ്. ജനങ്ങളോട് പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ കൃത്യമായി ഈ ഫെഡറൽ സംവിധാനത്തിൽ ഇപ്പോൾ ഏൽക്കുന്ന ഈ ആഘാതങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് പോവുക. ഒപ്പം ഭരണ നേട്ടങ്ങളും ഇത് പറഞ്ഞു പോകേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിലാണ്, ഇനിയുള്ള മാസങ്ങളിലാണ്. ആ തെരഞ്ഞെടുപ്പ് വരുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഇപ്പോൾ നടക്കുന്ന ആഹ്ലാദത്തിലും അമ്പരപ്പിലുമൊക്കെ അതങ്ങ് ഒതുങ്ങിപ്പോകുമോ? നോക്കൂ ഡോക്ടർ ലാലെ, നമ്മുടെ ശ്രീ അനിൽകുമാർ വക്കീൽ 20 മിനിറ്റ് സംസാരിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം തോറ്റതെന്ന് മാത്രം പറഞ്ഞില്ല. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു, കോടതിയിലെ നിയമത്തെക്കുറിച്ച് പറഞ്ഞു, ഔട്ട്ലുക്കിലെ കാര്യത്തെക്കുറിച്ച്, ലേഖനത്തെക്കുറിച്ച് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മാത്രം പറഞ്ഞില്ല. ഈ ശ്രീ മണിയാശാൻ പറഞ്ഞത് തോറ്റത് ഞങ്ങൾ കൊടുത്ത ക്ഷേമ പെൻഷൻ എല്ലാം മേടിച്ച് ശാപ്പാടടിച്ചിട്ട് ഞങ്ങൾക്കെതിരെ കുത്തിയെന്നാണ് CPMൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മുൻ മന്ത്രി MM മണി പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്, അത് നല്ല കാര്യം. പക്ഷേ തിരുത്തുന്നതിന് മുമ്പേ സത്യാവസ്ഥ, യാഥാർത്ഥ്യം CPMൻ്റെ മനസ്സിൽ ഇപ്പം എന്തായാലും പുറത്തു വന്നു കഴിഞ്ഞു. ഇവിടെ VD സതീശൻ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എത്ര പറഞ്ഞാലും CPM തോറ്റു എന്ന് അവർക്ക് മനസ്സിലാവില്ല, അവർ സമ്മതിക്കില്ല എന്നുള്ളത്. ജനങ്ങൾക്ക് CPMനെയും മുഖ്യമന്ത്രിയെയും വിശ്വാസമില്ല. അതുകൊണ്ട് അവരെന്ത് നടപ്പാക്കിയാലും ശരി അത് ജനങ്ങൾ അംഗീകരിക്കുന്നുമില്ല, അതിൽ വിശ്വസിക്കുന്നുമില്ല. ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണെന്ന് കൃത്യമായി അറിയാവുന്ന ജനങ്ങളെ അവർ UDFനെ ജയിപ്പിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. 1957-ലും 60-ലൊക്കെ നടത്തേണ്ട വിലയിരുത്തലുകൾ ശ്രീ അനിൽകുമാറെ ഈ 2025 നടത്തരുത്. കാരണം ഇത് ഒരു ന്യൂജൻ യുഗമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 57-ലോ 67-ലൊക്കെ നമ്മൾ പാർട്ടി തോറ്റതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതും ഇതൊക്കെ പറഞ്ഞ് നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കില്ല. തോറ്റ എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് ജനത്തിന് മനസ്സിലാകും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീ അനിൽകുമാർ പറഞ്ഞു അവിടെ BJPയുടെ ഒക്കെ ബന്ധം, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകും എന്ന്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞ ഒരു വാചകം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ, ജനങ്ങൾ വിവേകമുള്ളവരാണ്. ജനങ്ങൾ വിവേകമുള്ളവരായതുകൊണ്ട് ആ വിലയിരുത്തൽ അവർ കൃത്യമായി നടത്തി LDFനെ തോൽപ്പിച്ചു. 7 ജില്ലാ പഞ്ചായത്തുകൾ UDF പങ്കിട്ടു. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും UDF തൂത്തുവരുന്ന സ്ഥിതിയിലേക്ക് എത്തി. എന്നാൽ ജില്ലാ പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പം നിന്നു. അങ്ങനെയാണെങ്കിൽ പോലും ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാർഡ് കിട്ടിയിട്ടുള്ളത് UDFനാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അതുപോലെ കൗൺസിലർമാരും അതുതന്നെയാണ്. BJPയുടെ വളർച്ചയെക്കുറിച്ച് ശ്രീ അനിൽകുമാർ ഇവിടെ വല്ലാതെ വേവലാതി പൂണ്ടിട്ടുണ്ടല്ലോ. BJPക്ക് 93 കൗൺസിലർമാരെ കണ്ടേ മൊത്തം കേരളത്തിൽ ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. അതിൽ 50 തിരുവനന്തപുരത്താണ്. ആ 50 തന്നെ CPMൻ്റെ 4 MLAമാരുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ 50 എണ്ണവും കിട്ടിയത്. അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയെങ്കിൽ കോൺഗ്രസിന് അവിടെ ശക്തിയില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് കോൺഗ്രസ് BJPക്കാരെയൊക്കെ വോട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു വ്യാഖ്യാനം കോൺഗ്രസിന് ശക്തിയില്ലേ? ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഏരിയയിലുള്ള നിയമസഭാ മണ്ഡലത്തിലൊക്കെ കോൺഗ്രസിൻ്റെ MLAമാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളല്ലേ? ഇവിടെ ലോക്സഭയിലേക്ക് ആരാണ് ജയിക്കുന്നത്? ശശി തരൂരല്ലേ ഇപ്പോൾ MP. ഈ പറയുന്ന സ്ഥലത്ത് നേരത്തെ ജയിച്ച കൗൺസിലർമാരുള്ള സ്ഥലങ്ങളും ഉണ്ടല്ലോ. ഈ 41 സ്ഥലത്ത് 3ാം സ്ഥാനത്തേക്ക് എങ്ങനെ പോയി? 2ാം സ്ഥാനത്തെങ്കിലും ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ.
നോക്കൂ ഡോക്ടർ ലാല്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് 10 കൗൺസിലർമാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ തവണ. 10. കഴിഞ്ഞ തവണ. ഇത്തവണ 19 ഇത്തവണ 19 ഇത്തവണ 19, കഴിഞ്ഞ തവണ 10, ഇത്തവണ 19. അപ്പോൾ അത് കോൺഗ്രസിന്റെ വളർച്ചയാണോ തളർച്ചയാണോ? അല്ല, അതാണ് ചോദിച്ചത്. അതുവഴി ക്ഷീണിക്കപ്പെട്ടത് CPM ആണെങ്കിൽ നിങ്ങൾ ആരെയാണ് സഹായിച്ചത് എന്നാണ് ചോദ്യം. നിങ്ങൾ സംസ്ഥാന തലത്തിലുള്ള ശബരിനാഥനെ പോലെയുള്ള നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നിർത്തി കൃത്യമായി അതിൻ്റെ ആ സ്ട്രാറ്റജി പ്രയോഗിച്ചപ്പോൾ CPM ദുർബലമാകുന്ന കൗൺസിലർമാർ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതാണിപ്പോൾ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞത്. 41 സ്ഥലത്ത് 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇത്രയും പേര് മത്സരിച്ചിട്ടും വലിയ തന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടും 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇത്രയും വലിയ തന്ത്രങ്ങൾ പയറ്റിയിട്ടും ഇതാണ് സംഭവിച്ചത്. ശശി തരൂരിന് കിട്ടിയ വോട്ടൊക്കെ എവിടെ പോയി? അതായത് ആദ്യം രാഷ്ട്രീയം പഠിക്കുക. ശശി തരൂരിന് തിരുവനന്തപുരം സിറ്റിയിലെ വോട്ട് കുറവായിരുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖര മുന്നിട്ട് നിന്ന്. ശശി തരൂരിന് വോട്ട് കൂടിയത് തീരദേശങ്ങളിൽ നിന്നാണ്. അവസാനത്തെ 14,000 വോട്ട്. അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത്. ശശി തരൂർ ഈ വാർഡുകളിലൊക്കെ 3-ാം സ്ഥാനത്തായിരുന്നു. നമുക്കത് നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? ഡോക്ടർ ലാലെ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായതിൻ്റെ പോയിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസിന് CPM-നെക്കാട്ടിലും ശക്തി കുറവാണെന്നല്ലേ? അല്ലാതെ കോൺഗ്രസ്സുകാർ BJPക്ക് വോട്ട് ചെയ്തിട്ടാണോ? ഈ ഒരു സാമാന്യ കണക്ക് പോലും അറിയാൻ കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ചർച്ച നയിക്കുന്നത്? അല്ല, എനിക്കറിയില്ല. പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു ചോദ്യമാണ്, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇത്രമാത്രം കഴിഞ്ഞ തവണ നിങ്ങൾ ദുർബലമായി പലയിടത്തും തോറ്റ് 10 സീറ്റുകൾ മാത്രം ഈ നഗരസഭയിൽ നേടിയപ്പോൾ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. മതനിരപേക്ഷ പക്ഷത്തിന് ഗുണം ചെയ്തു. BJPക്ക് ഇത്ര ഉയരാൻ സാധിച്ചില്ല. അത് കണ്ടൊരു തന്ത്രമുണ്ടാക്കി അതിൽ കൂടുതൽ വലിയ പയറ്റലുകൾ പയറ്റിയപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ കൂടി മാറി, കിട്ടാതെ പോയി. അവിടെ ആർക്കാണ് ഗുണം ചെയ്തത്? അവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സൺ ആയിരുന്ന ഗായത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു മേയറെക്കുറിച്ച്. അതൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് അവർ പിൻവലിച്ചു. പാർട്ടി സമ്മർദ്ദം കൊണ്ടായിരിക്കാം. അല്ല, അതിപ്പം പിൻവലിച്ചു. അതായത് ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFൻ്റെ അഹങ്കാരവും ഭരണ വൈകല്യവും കൊണ്ട് ജനങ്ങൾ അവിടെ തോൽപ്പിച്ചു. അവിടെ കോൺഗ്രസിന് സീറ്റ് കിട്ടിയില്ല, 3-ാം സ്ഥാനത്തേ പോയുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞോ? അഭിപ്രായങ്ങൾ നോക്കിയിട്ട് കാര്യമുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ. എന്താണെന്ന് കൊടിക്കുന്നിൽ സുരേഷിനെയും അദ്ദേഹത്തിൻ്റെ PA-യെയും കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പുറകെ ഇപ്പോൾ പോയിട്ട് കാര്യമുണ്ടോ? നമ്മൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലതരം അഭിപ്രായങ്ങളും പോസ്റ്റുകളും വരും. അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഈ പറഞ്ഞ കാര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല ഞാൻ എടുക്കുന്നത്. മൊത്തത്തിൽ ഈ വന്നിരിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിക്കുമ്പോൾ ഇത് വരുന്ന നിയമസഭയിലേക്കുള്ള ഒരു മുന്നോടിയായിട്ട് സൂചനയായിട്ടാണല്ലോ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതങ്ങനെ ആകില്ല എന്നാണ് ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരെങ്ങനെയാണ് മെയ് മാസത്തിലെ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനവരുടെ അജണ്ട വേറെയാണ്. ആ തന്ത്രങ്ങളിലേക്ക് അവർ നേരത്തെ തുടങ്ങിയ യാത്ര തുടരുന്നു. അതിനിടയ്ക്ക് ജനങ്ങളുമായി അവർ സംവദിച്ച് പുതിയ തിരുത്തലുകൾ നടത്തിയും പോകേണ്ടതുണ്ട്. ഇതാണ് അവർ പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിൽ UDFന് ഇപ്പോൾ ഉള്ള ഒരു ആശ്വാസം കൂടി ഇല്ലാതാക്കുമോ? ചോദ്യം അതാണ്. എൻ്റെ ഡോക്ടർ ലാലേ, കേരളത്തിൽ UDF തരംഗമാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജയിക്കുക പറ്റിയില്ല, തോറ്റു തുന്നം വഴി ഈ ചാനലിൽ വന്നിരുന്നിട്ട് വെറുതെ നിങ്ങൾ ജയിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജനം ജയിപ്പിച്ചില്ല നിങ്ങളെ, പിന്നെ നിങ്ങൾ കിടന്നവിടെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ശ്രീ അനിൽകുമാർ പറഞ്ഞിട്ടില്ല. അനിൽകുമാർ പറഞ്ഞ വേറെ കാര്യങ്ങളാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കേളികൊട്ടാണ്. UDF അധികാരത്തിൽ വരും എന്നതിൻ്റെ ഒരു തുടക്കമാണിത്. അത് എത്ര സീറ്റ് എന്നുള്ളതല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ആണ് കേരളത്തിൽ അധികാരത്തിൽ വരിക. അതാണെങ്കിൽ ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾ അങ്ങനെ ഒച്ചവെച്ച് അത് ഉയർത്തി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഫാക്ട് ഇല്ലാതാകില്ല. 2010 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ റിസൾട്ടും അത് കഴിഞ്ഞ് 2011 ഇതാണ് ഫാക്ട്. ഞാൻ പറയുന്ന കണക്കുകൾ കേൾക്കൂ. ഞാൻ അങ്ങേക്ക് അവസരം തന്നതാണല്ലോ. 2010 കണക്കുകൾ, 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ, 2011 നിയമസഭയിലേക്ക് വന്ന കണക്കുകൾ, ഇത് രണ്ടും തമ്മിൽ നോക്കൂ. ആ പ്രശ്നമുണ്ട്. 2016 ഇത് സംഭവിച്ചിട്ടുണ്ട്. 2016 സംഭവിച്ചു. ഇത് 2015 2016 സംഭവിച്ചു. ഇത് തന്നെയാണ്. 1991 സംഭവിച്ചിട്ടുണ്ട്. അന്ന് ജില്ലാ കൗൺസിലിൽ CPM തൂത്തുവാരി. പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നു.
2010 UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരി. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. അപ്പോൾ സീറ്റ് കുറച്ച് കുറഞ്ഞു. അതാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അടുത്ത തവണ ഞങ്ങൾ വരും അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. ആർക്കപ്പോൾ വരും നിങ്ങൾ? അതാ പറഞ്ഞേ. പറഞ്ഞ അതാണ്, നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിക്കട്ടെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ അതല്ല. എനിക്ക് ഒരൊറ്റ ചോദ്യം, എനിക്ക് നന്ദുവിലേക്കും ശ്രീ ജേക്കബ് ജോർജിലേക്കും പോകണം. നന്ദുവിലേക്കും ജേക്കബ് ജോർജിലേക്കും പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത് അതല്ല. ശ്രീകുമാർ, ഞാൻ പറഞ്ഞത് അതല്ല. മുഖ്യമന്ത്രിയിലും ഗവൺമെന്റിലും ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതായി. UDF വൻ ഭൂരിപക്ഷം നേടി. ഇന്നത്തെ CPM മുഖപത്രത്തിന്റെ ഹെഡിങ് UDF മുൻതൂക്കം എന്നാണ്. അല്ലെങ്കിലും ആദ്യം ഒന്ന് വായിക്കേ. അങ്ങനെയല്ല, ദേശാഭിമാനിയുടെ ഹെഡിങ് ഞാൻ വായിച്ചത് തിരുത്തും മുന്നേറുമെന്നാണ്. തിരുത്തും മുന്നേറുമെന്നാണ് ഞാൻ വായിച്ചത്. അണികളെ പറ്റിക്കേ, ശരി ശരി. പ്രവർത്തകരെ പറ്റിക്കുന്നു. ശ്രീകുമാർ കേൾക്കൂ, താങ്കൾ പതിവില്ലാത്ത വിധം ഇന്ന് ഒച്ച വെക്കുന്നു. താങ്കൾ ഇന്ന് പതിവില്ലാത്ത വിധം ആവേശത്തിലാണ്. അതെനിക്ക് തോന്നുന്നത് ഇതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു വല്ലാത്ത അവസ്ഥ. ഇത് ഇന്നിപ്പോ താങ്കളെപ്പോലുള്ളവരെ പോലും ഒച്ചയെടുപ്പിക്കുന്ന രീതിയിലേക്ക് ഈ റിസൾട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ മണ്ടത്തരം പറഞ്ഞോണ്ടാ. ശരി, ഞാൻ അങ്ങ് വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞ കാര്യത്തിൽ ആ കാര്യത്തെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒറ്റ ചോദ്യം ഇതാണ്. അങ്ങ് പറഞ്ഞല്ലോ പിണറായിക്കെതിരായിട്ടുള്ള വിധിയെഴുത്താണ്, പിണറായിക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ജനവികാരമാണെന്നൊക്കെ. ഞാനത് സമ്മതിച്ചു, താങ്കളുടെ വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ സമ്മതിച്ചു. പക്ഷേ തിരിച്ചു താങ്കൾ ഒരു ഉത്തരം പറയണം. അത് VD സതീശനോ അല്ലെങ്കിൽ സണ്ണി ജോസഫിനോ അനുകൂലമായിട്ടുള്ള തരംഗമെന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? ഇത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണെന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ത്രിതല സംവിധാനത്തിൻ്റെ, കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ നഗരസഭകളുടെയൊക്കെ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ട് ഈ രാഷ്ട്രീയമാണ് VD സതീശന് അനുകൂലമായിട്ടാണ്, ഇത് സണ്ണി ജോസഫിന് അനുകൂലമായിട്ടാണ്, കൈപ്പത്തിക്ക് അനുകൂലമായിട്ടാണെന്ന് താങ്കൾ എങ്ങനെയാണ് പറയുക? ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ലല്ലോ. എൻ്റെ ലാലെ, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ മണ്ടത്തരം വിളിച്ചു പറയുന്നത്? ഇത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ ഫലമല്ല. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF VD സതീശനും സണ്ണി ജോസഫും PK കുഞ്ഞാലിക്കുട്ടിയും പ്രേമചന്ദ്രനും അതുപോലെ PJ ജോസഫും എല്ലാവരും നയിക്കുന്ന CP ജോണും ഒക്കെ നയിക്കുന്ന UDF മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റത്തിൽ LDF തകർന്ന് തരിപ്പണമായി. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ്. ഇത് ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ രോഷമാണ്. ശബരിമലയിലെ സ്വർണം കട്ട CPM-കാർക്കെതിരായ രോഷമാണ്. നിങ്ങൾ പറഞ്ഞൊന്നും ജനം വിശ്വസിച്ചില്ല. നിങ്ങൾ കൊണ്ടുവന്ന അജണ്ട എല്ലാം പൊളിഞ്ഞുപോയി. ഇനിയിപ്പം ഞങ്ങൾ UDF തോറ്റു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ അത് വിശ്വസിച്ചിട്ട് അവിടെ ഇരുന്നോ? ഞാൻ തിരുത്താനില്ല. ശരി, ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറയാൻ വരുന്നില്ല. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും PJ ജോസഫും പ്രേമചന്ദ്രനും ആരും ഞാൻ പോയ വാർഡുകളിലൊന്നും, എൻ്റെ വാർഡിൽ അവരാരും വന്നത് ഞാൻ കണ്ടില്ല. ഞങ്ങൾ അവിടുത്തെ വാർഡിലെ എല്ലാ പാർട്ടിക്കാരും നിർത്തിയ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥാനാർത്ഥികളെ, ഞങ്ങൾക്ക് തന്നെ അറിയാവുന്ന സ്ഥാനാർത്ഥികളെയാണ് നോക്കിയത്. ഈ പറയുന്ന രാഷ്ട്രീയം ഒരു MLA തിരഞ്ഞെടുക്കുന്നതിലോ MP-യെ തിരഞ്ഞെടുക്കുന്നതിലോ ഞങ്ങൾ ചിലപ്പോൾ നോക്കിയേക്കും. അതിവിടെ കണ്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അതില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ UDF തരംഗം എന്ന് പറയുന്നത്? ശരിയാണ്, വോട്ട് എണ്ണി നോക്കുമ്പോൾ അതിൻ്റെ കീഴിലുള്ള അക്കങ്ങൾ വെച്ച് നമുക്ക് UDF-ന് കൂടുതലുണ്ട് എന്ന് പറയാം. അതൊരു തരംഗമായി താങ്കൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് എനിക്ക് മനസ്സിലാകാതെ പോയത്. ഞാൻ വരാം അടുത്ത ഘട്ടത്തിൽ. നന്ദു, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ CPM അല്ലേ? താങ്കൾ ഇങ്ങനെ ആരോപണം നടത്താതിരിക്കൂ. താങ്കൾ ഇത്രയും ദിവസം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ലല്ല, എന്താ അറിയോ, നമ്മൾ ചില ചർച്ചകളിൽ നമ്മൾ സത്യമായിട്ട് ആദ്യം കാണണം, യാഥാർത്ഥ്യം കാണണം. ചുമ്മാ വെറുതെ നിങ്ങൾ കേരളത്തിൽ UDF ജയിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ചർച്ച ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് തിരിച്ചു പറയണ്ടേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ UDF ആണോ ജയിച്ചത്? യുഡിഎഫിന്റെ കോളത്തിൽ വരുന്നതിനകത്ത് ഒരു 75-76 ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങളുണ്ട്. ഇതിലൊരു 106 എത്രയോ SDPI-യുടെ അംഗങ്ങളുണ്ട്. ഇതൊക്കെ എവിടെയാണ് വരുന്നത് എനിക്കറിയില്ല. UDF തന്നെയാണോ ഇവരൊക്കെ? UDF-ന്റെ എണ്ണമാണോ ഇതൊക്കെ? നമ്മൾ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. കേരളത്തിലെ UDF-ലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റികളിലും 5 കോർപ്പറേഷൻ 4 കോർപ്പറേഷൻ കിട്ടിയിട്ട് പറയാ UDF-ന് എവിടെ തരംഗം. ഇങ്ങനെയൊക്കെ ചർച്ച നടത്തിയാൽ നമ്മൾ എന്ത് ഉത്തരം പറയാനാണ്? നിങ്ങളൊരു കാര്യം ചെയ്തോ, ശ്രീ അനിൽകുമാർ മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ ലാലിന്റെ ആ ഉദ്ദേശം സഫലമാകും. ചർച്ചയുടെ ഗൗരവം കളയല്ലേ ലാലെ? താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ ജനങ്ങൾ കേൾപ്പിച്ചു. സമയം വല്ലാതെ പോകുന്നതുകൊണ്ടാണ് നന്ദുവിലേക്ക് വരികയാണ്. നന്ദു നോക്കുക, ഇതേ കണക്ക് വെച്ച് ശ്രീകുമാർ പറയുന്നത് വെച്ചാണെങ്കിൽ നിങ്ങൾ
കേരളം മുഴുവൻ ഇപ്പോൾ ഉണ്ട്, പരന്ന് പടർന്ന് എല്ലായിടത്തും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ചെറിയ കണക്ക് പറയാം. ഇത് എൻ്റെ മുമ്പിലുള്ള കണക്ക്. 2015 നിങ്ങൾക്ക് കേരളം മുഴുവൻ ഉള്ള വാർഡുകളുടെ എണ്ണം 1200ഓളമാണ്. 2020 അത് 1640 200-ൽ നിന്ന് 1640 അന്ന് 21,865 വാർഡുകളാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ 2025 23,612 2000-ഓളം വാർഡുകൾ കൂടിയ സന്ദർഭത്തിൽ നിങ്ങൾക്ക് 1640 നിന്ന് ഇപ്പോൾ 1902 വാർഡുകൾ ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളിതാണോ വലിയ വിജയമെന്ന് നിങ്ങൾ പറയുന്നത്? എനിക്കറിയില്ല. ഞാൻ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ, ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ താങ്കൾക്കും സമയം തന്നിരിക്കുകയാണ്. പറയൂ. ഏതാണ്ട് 3/4 മണിക്കൂർ അല്ലെങ്കിൽ അതിൻ്റെ സമയത്തിൻ്റെ 3/4 സമയം സംസാരിച്ചത് ഈ പറയുന്ന BJPക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരത്തെ അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത പാറ്റേണിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയണമല്ലോ, അത് പറയേണ്ട അവസരമാണ് എന്ന് തോന്നുന്നു. അത് അദ്ദേഹം പറഞ്ഞ് നിർത്തിയിടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. കറയറ്റ മതേതരത്വം, അതാണ് LDFൻ്റെ മുഖമുദ്ര എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മഹാരാജാസ് കോളേജിൽ SFIക്കാരനായിട്ടുള്ള അഭിമന്യുവിൻ്റെ നെഞ്ചിലൊരു കത്തി കുത്തിയിറക്കിയിരുന്നു ഒരു മതഭീകരവാദ സംഘടന. ആ മതഭീകരവാദ സംഘടന ഏതാണെന്ന് പറഞ്ഞ് ചുമരിലൊരു വർഗീയത തുലയട്ടെ എന്നുള്ളൊരു മുദ്രാവാക്യമല്ലാതെ ആ മതഭീകരവാദ സംഘടനയ്ക്കെതിരെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ പോലും കഴിയാത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് ശ്രീ K. അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയുടെ സ്വന്തം തോളിൽ കൈയിട്ടിരുന്ന സഖാവിൻ്റെ മരണത്തിൽ കൊന്നതാര് എന്ന് മറ്റുള്ളവരാരെങ്കിലും ആണെങ്കിൽ അദ്ദേഹം കൃത്യമായി പേരുകൾ ഉച്ചരിക്കുമല്ലോ. തൊട്ടടുത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കപ്പുറത്താണ് ഈ പറയുന്ന നെടുമങ്ങാട്ടിൽ നിങ്ങളുടെ DYFIയുടെ ഒരു ആംബുലൻസ് കത്തിച്ചത്. അന്ന് ഷിജു ഖാൻ എന്ന് പറയുന്ന നിങ്ങളുടെ DYFIയുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ ഞാൻ താങ്കൾക്ക് തരാം, താങ്കളൊന്ന് കേട്ടു നോക്കണം. അവിടെ എങ്ങും ആ നടത്തിയ സംഘടന SDPI ആണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം അവിടെയും പറഞ്ഞത് RSSനെ പോലെയുള്ള വർഗീയ ശക്തികളെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. RSSൻ്റെ പ്രവർത്തകരാരും അല്ല അത് കത്തിച്ചത് SDPI ആണെന്ന് അവർക്കും ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പോൾ SDPI എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ പോപ്പുലർ ഫ്രണ്ട് എന്നോ നേരെ ചൊവ്വെ നാക്ക് നീട്ടി പറയാൻ പേടിക്കുന്ന വർഗീയതയ്ക്ക് താലാട്ടുപാട്ടും തലോടലും വർഗീയതയുടെ വിളനിലമാക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തെ തുറന്നിട്ട് കൊടുത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് വന്നിരുന്നത് ഞങ്ങൾ കറയറ്റ മതേതരവാദികളാണെന്ന് പറയുന്നതിൽ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ആ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന ഒരു ചോദ്യം, ഞാൻ ആ ചോദ്യം കേൾക്കാം. തീർച്ചയായും താങ്കൾക്ക് ആ ചോദ്യത്തിനുള്ള മറുപടിയും പറയാം. ഒറ്റ കാര്യം ഞാൻ ഇതൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ ഈ അടുത്ത് 2025 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിലെ 9-ാം വാർഡിൽ PDPയുടെ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് മത്സരിച്ചത് ഏത് ബാനറിലാണെന്നൊന്ന് പരിശോധിക്കണം. ഈ അനിൽകുമാറിൻ്റെ സ്വന്തം തട്ടകമാണല്ലോ കോട്ടയം ജില്ല. ഒന്ന് പരിശോധിക്കണം അദ്ദേഹം അന്ന് പരിശോധിച്ചതിന് ശേഷം വേണം ഇങ്ങനെ വന്ന് കറയറ്റ മതേതരവാദത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ. 2, പിന്നെ ഞങ്ങൾ എന്ത് നേട്ടം നേടി, ഞങ്ങൾ എന്ത് വിജയം കണ്ടെത്തി. 45 വർഷക്കാലം നിങ്ങളുടെ പൊന്നാപുരം കോട്ട പോലെ നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട ശ്രീ K. അനിൽകുമാർ, അത് നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ CPIMൻ്റെ കയ്യിൽ നിന്ന് BJPയുടെ താമര അടയാളത്തിൽ മത്സരിച്ച 50ഓളം ചുറുചുറുക്കുള്ള നല്ല നേതൃത്വത്തിലുള്ള ആളുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഈ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ നേടിയ നേട്ടങ്ങളുടെ പട്ടികയിൽ ആദ്യത്തേത്. 45 വർഷം, 45 വർഷക്കാലം നിങ്ങളുടെ പൊന്നാപുരം കോട്ടയായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി CPIM എന്ന് പറയുന്ന പാർട്ടി രണ്ടാമത്തെ പാർട്ടിയായി മാറിയിരിക്കുന്നു. BJP ഒന്നാമത്തെ പാർട്ടിയായി മാറിയിരിക്കുന്നു. ഇത് തന്നെയല്ലേ കഴിഞ്ഞ തവണയും നിങ്ങൾക്ക് 35ഓളം സീറ്റുകൾ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. ശരി, ഞാൻ നല്ല സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ നിങ്ങൾ ഇപ്പോഴും ഭരണത്തിലേറാനുള്ള സീറ്റുകൾ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് തിരുവനന്തപുരത്തെ കാര്യം. പിന്നെ ഒന്ന് പാലക്കാട് നിങ്ങൾക്ക് നേരത്തെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാം. ആ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ SDPI ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ നേരെ വരുന്ന ചോദ്യമുണ്ട്. നിങ്ങളാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. ഇവരൊക്കെ ഇന്ത്യയിൽ ഇതുപോലെ സഖ്യങ്ങൾ ഉണ്ടാക്കി ഭരിക്കാനും മത്സരിക്കാനും ഒക്കെയുള്ള രീതിയിൽ ഇപ്പോഴും അവരെ തുറന്നു വിട്ടിരിക്കുന്ന, അവർക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവരെ നിരോധിച്ചിട്ടില്ലാത്ത ഒരു സർക്കാരാണ് ഇന്ത്യക്കുള്ളത്, നിങ്ങൾ ഭരിക്കുന്ന സർക്കാർ. അപ്പോൾ പിന്നെ നിങ്ങൾ അവരുമായിട്ട് നിങ്ങളും ബന്ധം ഉണ്ടാക്കിയതിന് കേരളത്തിൽ തെളിവുണ്ടെന്നാണ് നിങ്ങളുടെ കൂടെയുള്ളവരും പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ശരി, ഞാൻ അതിന് മറുപടി തീർച്ചയായിട്ടും പറയാം താങ്കളോട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനാണല്ലോ താങ്കൾ പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷൻ 2015 കക്ഷിനില എങ്ങനെയാണെന്ന് അറിയാമോ താങ്കൾക്ക്? 35 വർഷക്കാലം ഭരിച്ചിരുന്ന CPIMന് 45 സീറ്റ് മാത്രം ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. നിങ്ങളാണോ ഞങ്ങളെ നോക്കിയിട്ട് 50 മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്? ആണോ?
ആ CPM ആണോ ഞങ്ങളെ നോക്കിയിട്ട് 50 ഉള്ളൂ എന്ന് പറയുന്നത്? 45 വർഷക്കാലത്തിൽ 35 വർഷക്കാലം ഭരിച്ച നിങ്ങൾക്ക് 45 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു നഗരസഭാ ഭരണം നടത്തിക്കൊണ്ട് പോവേണ്ട ഗതികേട് വന്ന CPIM ആണോ 10 വർഷം മാത്രം ഭരിച്ച BJPക്ക് പാലക്കാട് നഗരസഭയിൽ 2 സീറ്റ് കുറഞ്ഞതിനെ പുച്ഛിക്കുന്നത്? നിങ്ങളാണോ ഞങ്ങളെ പുച്ഛിക്കുന്നത്? അല്ലല്ല, അപ്പൊ നിങ്ങൾക്ക് ഒരു തവണ അധികാരത്തിലേക്ക് നിങ്ങൾ വന്നാൽ അടുത്ത തവണ അത് പോയി കിട്ടുമെന്നാണ് CPM-ന്റെ ആരോപണം. ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞില്ല, ഇല്ല അവതരണം നടത്തുന്ന ഈ ചോദ്യം ചോദിക്കുന്ന എന്നെ നിങ്ങൾ സഖാവ് എന്ന് വിളിക്കുകയും നിങ്ങൾ CPM ചോദ്യമായിട്ട് എന്റെ ചോദ്യത്തെ എടുക്കുകയും ചെയ്യരുത്. ദയവായി ശ്രീ ശ്രീകുമാർ നേരത്തെ പറഞ്ഞതിന്റെ അതേ വാദമാണ് നിങ്ങൾ ഇപ്പോൾ വിളിച്ചത് ശ്രീ അനിൽകുമാറിനെയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യത്തെയാണ് താങ്കൾ എന്നോട് ചോദിക്കുന്നത്. ഒറ്റ ചോദ്യം ഇതാണ്, ഈ പറയുന്ന നിങ്ങൾ ഒരു തവണ അധികാരത്തിലേക്ക് ഏറിയാൽ അത് പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടി തരില്ല എന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത്. പാലക്കാട്ടെ അനുഭവം അതാണ്, നേമത്തെ അനുഭവം അതാണ്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അടുത്ത അധികാരം പെട്ടെന്ന് പോയി കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾക്ക് കാസർഗോഡ് ജില്ലയിലെ മാധൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തുണ്ട്, ഒന്ന് പരിശോധിക്കണം. 50 വർഷം തികയാൻ വേണ്ടി പോവുകയാണ് BJPയുടെ ഭരണം കേട്ടോ. അദ്ദേഹത്തിന് അറിവില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. 50 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ആ 50 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് ഉലയ്ക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതായത് ഞങ്ങളുടെ ശൈശവകാലത്ത് ഞങ്ങൾ പിടിച്ചെടുത്ത പഞ്ചായത്ത് ഞങ്ങളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് നടക്കുന്ന സമയത്തും ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി പാലക്കാട്ടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട്ട് 1 സീറ്റോ 2 സീറ്റോ കുറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ സീറ്റ് കുറയുമ്പോൾ ഞങ്ങളെ അപമാനിക്കാനോ ഞങ്ങൾക്ക് നേരെ ചൂണ്ടുവിരൽ ചൂണ്ടാനോ ഈ പറയുന്ന അനിൽകുമാറിന്റെ പാർട്ടിക്ക് എന്ത് അവകാശമാണുള്ളത് കേരളത്തിൽ പരിശോധിക്കണം ചെയ്യുകയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. തൃശ്ശൂരിൽ ലോക്സഭാ സീറ്റ് നേടിയ നിങ്ങൾ ആ സീറ്റിൽ ഇപ്പോഴും MP ഉണ്ട്, തൃശ്ശൂരിലെ MP ഇപ്പോഴും ഉണ്ട്. തിരുവനന്തപുരത്ത് തിലകമണിയും എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം പക്ഷേ തൃശ്ശൂരിൽ എന്താണ് ഇപ്പോൾ നേടിക്കൊടുത്തത്? ഈ പഞ്ചായത്തിൽ ഈ വാർഡുകൾ എത്ര വാർഡുകൾ ഇപ്പൊ കിട്ടി? അല്ല, തൃശ്ശൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു BJPയുടെ കോർപ്പറേഷനിൽ അംഗസംഖ്യ? അതിനുശേഷം എന്റെ പ്രിയപ്പെട്ട ലാൽ, അദ്ദേഹം താങ്കളോട് ഞാൻ വളരെ വിനയത്തോട് കൂടി ചോദിക്കുന്നു, എത്രയായിരുന്നു BJP? നിങ്ങൾ ഇങ്ങനെ 10 വർഷം 20 വർഷം 30 വർഷം കൊണ്ട് ബേജാറ്? നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇല്ലാത്ത ബേജാർ എന്തിനാ നിങ്ങൾക്ക്? ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ എവിടെയൊക്കെയാണോ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെച്ചിടത്തൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങളുടെ വോട്ട് വീതം കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്, സീറ്റ് വീതം കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പെർഫോമൻസ് വൈസ് ഞങ്ങൾക്ക് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഈ ബോധ്യം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. തിരുവനന്തപുരത്ത് 51 വേണ്ട 50 വന്ന് നിൽക്കാമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യം. തൃശ്ശൂരിൽ നിങ്ങൾക്ക് ലോക്സഭാ സീറ്റ് മതി, വാർഡുകൾ 1 മതി എന്നാണ് നിങ്ങളുടെ തീരുമാനം. താങ്കളുടെ ചോദ്യം സത്യത്തിൽ നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഞാനും ഇനി താങ്കളോട് അതേ നിലയ്ക്ക് ചോദിക്കേണ്ടി വരും. താങ്കൾ അനിൽകുമാർ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ കൃത്യമായി, CPM-ന്റെ പൊളിറ്റിക്കൽ ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറയാം. താങ്കൾക്കും അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റിലാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ എനിക്കും താങ്കളോടും അതേ കോൺസെപ്റ്റിൽ മറുപടി പറയേണ്ടി വരും. ഇതിനകത്ത് കൃത്യമാണ് BJP തൃശ്ശൂർ ജില്ലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കാത്തത് നേരത്തെ ശ്രീകുമാർ സാറൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പരാജയം നിങ്ങൾക്ക് പക്ഷെ തൃശ്ശൂരിൽ നിങ്ങൾ അതിനപ്പുറം എന്ത് നേടി? ഇത്തവണ ഒരു ലോക്സഭാ സീറ്റിൽ നിന്ന് നിങ്ങൾ അവിടെ കൂടുതൽ വാർഡുകളോ കൗൺസിലുകളോ നേടിയിരുന്നെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ലോക്സഭയിലേക്ക് വീണ്ടും ആ സീറ്റ് നിലനിർത്തുമെന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവിടെ ലോക്സഭാ സംശയത്തിലാണ്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്നതാണ് അടിസ്ഥാനമെങ്കിൽ നിങ്ങൾ അടുത്ത തവണ കേരളത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ 4 നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് നിങ്ങളുടെ MLA-മാരാണ്. ആ നിങ്ങളുടെ MLA-മാരുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF ബഹുദൂരം പിന്നിലാണ്. നിങ്ങളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുള്ള മണ്ഡലത്തിൽ 4 സീറ്റാണ് നിങ്ങൾ ജയിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു? 2020 എങ്ങനെയായിരുന്നു? 2020 എങ്ങനെയായിരുന്നു? ശരി, അത് എങ്ങനെയായിരുന്നു? വട്ടിയൂർക്കാവിൽ എന്തായിരുന്നു? വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ നിങ്ങളായിരുന്നു മുന്നിൽ സീറ്റുകളുടെ എണ്ണത്തിൽ, ഇത്തവണ നിങ്ങൾ പിന്നിലാണ്. ആരാണ് മുന്നിൽ? BJP ആണ്. താങ്കളും സമാധാനപ്പെടും. താങ്കൾ ഇത്രയും നേരം കോൺഗ്രസിന്റെ നേതാവിനോട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വെച്ചിട്ടല്ല, ആനുപാതികമല്ല ഈ പറയുന്ന നിയമസഭയിലെ വിജയം എന്നാണ് താങ്കൾ ഇത്രയും നേരം കോൺഗ്രസിന്റെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇത്രയും വിഷമിക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ താങ്കളുടെ വീട്ടിൽ വന്ന കോൺഗ്രസ്സുകാരനോ BJP-കാരനോ CPM-കാരനോ ആയിട്ടുള്ള താങ്കളുടെ സുഹൃത്തിനല്ലേ താങ്കൾ വോട്ട് ചെയ്തത്, രാഷ്ട്രീയമായല്ലോ വോട്ട് ചെയ്തത്. അങ്ങനെ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് രാഷ്ട്രീയമായ വോട്ട് കൊണ്ടാണല്ലോ.
രാഷ്ട്രീയമായ വോട്ട് കിട്ടിയിട്ടാണല്ലോ സാർ, ഇത് തൃശ്ശൂർ ജയിച്ചത്. എന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനല്ല. ഇടതുപക്ഷത്തിന് എന്നെ ചോദ്യം ചെയ്യാനല്ല. 1 താങ്കൾ ലക്ഷത്തിന് ഇപ്പോഴും അറിയാതെ താങ്കളുടെ ഞാൻ അകത്ത് പറഞ്ഞോട്ടെ. താങ്കൾ BJP, ഞാൻ CPM ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലല്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ലല്ല ഞാൻ CPM ആയിട്ടല്ല പറഞ്ഞത്. ഞാൻ ഇത്രയും നേരം താങ്കളെ CPM ആയി കണ്ടില്ല. താങ്കൾ പറഞ്ഞു CPM ആവരുത്. ഞാൻ താങ്കളെ CPM ആക്കാൻ ശ്രമിക്കുന്നു. അല്ല, ഈ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും എൻ. താങ്കളെ ശ്രീകുമാറും അങ്ങോട്ടേക്ക് താങ്കൾ തള്ളിവിടാനുള്ള ഒന്നിക്കുന്നത് മോഹം എനിക്കില്ല. അല്ല, എനിക്ക് അല്പം സന്തോഷമുണ്ട്. ഞാൻ ചോദിച്ചത് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ സുരേഷ് ഗോപി അവിടെ വിജയിക്കുമ്പോൾ ആ തൃശ്ശൂർ ജില്ലയിൽ ആ വിജയിക്കുന്ന ലോകസഭാ മണ്ഡലത്തിൽ ഏറ്റവും അധികം നിയമസഭാ മണ്ഡലങ്ങൾ കൈയാളിയിരുന്ന പാർട്ടി ഏതാ? LDF അല്ലേ? ആ LDFൽ നിന്ന് 1 ലക്ഷത്തിലധികം വോട്ട് ഞങ്ങളിലേക്ക് മറിഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ ജയിച്ചത്. പക്ഷെ അതൊരു താൽക്കാലിക പ്രതിഭാസമാണല്ലേ താങ്കൾ തന്നെ ഇപ്പൊ പറയുന്നത്. ഭയക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ വളരെ പെക്യുലറാണ്. ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ എന്താണ് ചെയ്തത്, ഞങ്ങൾ എന്തൊക്കെ മികവ് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ എത്രത്തോളം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്, ഞങ്ങൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചോ, അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം BJP ഉണ്ടെന്നേ. അല്ല, ആ ബോധ്യം നിങ്ങൾ ജനങ്ങളോട് പറയില്ലേ? അല്ല, ഞങ്ങൾ ചർച്ച വരുമ്പോൾ നിങ്ങൾ ജനങ്ങളോട് പറയില്ലേ? ഞാനൊരു കാര്യം പറയാം. ഞാൻ താങ്കൾ പറഞ്ഞ കണക്കുകളുടെ ചെറിയൊരു ഔട്ട്ലൈൻ പറയാം. കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഒരു കോർപ്പറേഷനിലും ഭരണമില്ല. 59 സീറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലേക്ക് എത്തുന്നു. 93 സീറ്റിലേക്ക് എത്തുന്നു. എങ്ങനെ ആരാ നിങ്ങൾ ഭരിക്കാൻ പോവാണോ? അതെ. ആരാണ് മേയർ? അല്ല, അത് ഞങ്ങൾ പറഞ്ഞോളാം. അത് എങ്ങനെയാണ് 51ാമത്തെ സീറ്റ്? അത് നിങ്ങൾ ബേജാറാണ്. 45 വെച്ച് എങ്ങനെ ഭരിച്ചത്? അല്ല, ഞാൻ ചോദിച്ചത് 2015 45 വെച്ച് മേയർ പ്രശാന്ത് എങ്ങനെയാ ഭരിച്ചത്? നിങ്ങളെ കോൺഗ്രസ് സഹായിച്ചിരുന്നോ? അല്ല, കോൺഗ്രസ് അവരൊരു മുന്നണിയല്ലേ? ഞാൻ ചോദിക്കുകയാണ്. എന്നെയല്ല. പറയാം. CPM ഇപ്പോൾ താങ്കളുടെ ചോദ്യം ഞാൻ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്. പാലക്കാട്ട് ഒരു മതേതര മുന്നണി ഉണ്ടാക്കും, മതേതര സഖ്യം ഉണ്ടാക്കും, മാങ്കൂട്ടം സഖ്യം എന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ മാങ്കൂട്ടവും അതുപോലെ പിണറായി വിജയൻ സ്വർണ്ണക്കള്ളനും മാങ്കൂട്ടക്കള്ളനും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പറയുന്ന പാലക്കാട്ടിൽ ഒരു സഖ്യം ഉണ്ടാക്കി BJP താഴെ ഇരുത്തും എന്ന് പറയുന്നു. അതേ തന്ത്രം തിരുവനന്തപുരത്തേക്ക് പയറ്റാൻ CPM-ന് മോഹമുണ്ട്. നിങ്ങൾ ധൈര്യമായി വാ. ഞാൻ പറയുന്നത് നിങ്ങൾ ധൈര്യമായി വാ. നിങ്ങളെ ഞങ്ങൾ സർവാത്മനാ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിങ്ങൾ അങ്ങനെ മുന്നണി ഉണ്ടാക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ആ മുന്നണി ഉണ്ടാക്കി വാ. ഞങ്ങൾ തയ്യാറാണ് അതിനെ മറികടക്കാൻ. അങ്ങനെ ഒരു വർത്തമാനം ഇവിടെ കേൾക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലും തിരുവനന്തപുരത്തും ഒക്കെ BJP ഒരു കാരണവശാലും ഭരിക്കാൻ അനുവദിക്കാതിരിക്കാൻ ഇവർ മതനിരപേക്ഷതയുടെ പേരിൽ എങ്ങാനും അവസരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്ത് ഫലമുണ്ടാക്കുന്നു? അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്ന കേരളത്തിലേക്ക് ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് ഒരു ചെറിയ ഒരു ഹമ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ UDF വിചാരിക്കുന്നത് പോലെ LDF-ന് മറികടക്കാൻ പറ്റാത്തൊരു ബമ്പായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ലാലേ, നമ്മൾ ഒക്കെയുള്ള പല ചർച്ചകളിലും അതിലൊക്കെ ശ്രീകുമാറും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഏറെക്കുറെ തുല്യരായ 2 ശക്തികൾ, 2 ചേരികൾ പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ ചിത്രമാണുള്ളത്. അവിടെ മൂന്നാമത് ഒരു ചേരി കടന്നു വരുന്നു. അത് കുറച്ചു കാലമായിട്ട് നിൽക്കുന്നുണ്ട്. അവർ പതുക്കെ പിടിമുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് BJP മുന്നണിയാണ്, NDA. അത് ഇത്തവണ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു സിമ്പൽ എന്ന് തന്നെ പറയാം. അനന്ത പത്മനാഭൻ്റെ നഗരമാണ്, പട്ടണമാണിത്. ഇവിടെ അവർക്ക് ഒരു കാലുറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 50 സീറ്റ്, 1 സീറ്റോ 2 സീറ്റോ ഒക്കെ അവർക്ക് BJP അല്ലേ, അവർക്കൊന്നും വിചാരിച്ചാൽ അങ്ങനെ അത്ര പ്രയാസമൊന്നുമുള്ള കാര്യമല്ല ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ തന്നെ ഭരിക്കും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അത് ആണ് ഇപ്പോഴത്തെ ചിത്രം. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, കേരളം 2 മുന്നണികൾ പരസ്പരം പോരടിക്കുന്ന, മുഖത്തോട് മുഖം നോക്കിക്കുന്ന ഇവിടെ ഇന്ത്യ മുന്നണിയൊന്നും ഒരു പ്രസക്തമല്ല. ആരും പറയുന്നു പോലുമില്ല ഇന്ത്യ മുന്നണി എന്ന്. സൗകര്യപൂർവ്വം ആയിരിക്കാം. പക്ഷേ ആ 2 ശക്തികൾ ഇവിടെ പോരടിക്കുമ്പോൾ BJPക്ക് ഒരു സ്പേസ് ഉണ്ടായി എന്നുള്ളതാണ് അത്ഭുതം. അത് അവർ കടന്നുകൂടിയതാണ്. ആരുടെ വീഴ്ചയാണെന്നുള്ളത് 2 പാർട്ടികളും സമ്മതിക്കട്ടെ, 2 പാർട്ടികളും പഠിക്കട്ടെ. 2 പാർട്ടികളും 2 മുന്നണികളും പഠിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് 5 വർഷം നഗരസഭ ഭരിച്ച CPM ശരിക്കും വിലയിരുത്തേണ്ട കാര്യമാണ് എങ്ങനെ അവരുടെ സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളത്. അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറയുന്നത് ഞാൻ വേറെ കാര്യമാണ് പറയുന്നത്, അത് ഞാൻ വിട്ടു. ഞാൻ പറയാൻ പോകുന്നത്
അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതാണല്ലോ ലാൽ എന്നോട് ചോദിച്ചത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇതുമായിട്ട് ഇതിൻ്റെ തുടർച്ചയായിരിക്കുമെന്നൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളം ഭരിക്കുന്നത് രണ്ടാം തവണയും ഭരിക്കാൻ ജനങ്ങൾ സമ്മതം കൊടുത്ത, ജനങ്ങൾ അനുവദിച്ച, ഭരണം ജനങ്ങൾ കൈവെള്ളയിൽ വെച്ച് കൊടുത്ത സാക്ഷാൽ പിണറായി വിജയനാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവായിട്ടാണ്. അദ്ദേഹം ആണ് ഇനി ഇപ്പോഴും വരാൻ പോകുന്ന ഭരണത്തിലും നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. വരാൻ പോകുന്ന ഭരണത്തിലെന്ന് ഞാൻ പറയുന്നില്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. വയനാട്, ഇത്തവണ വയനാട് എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആത്മഹത്യയൊക്കെ ഉണ്ടായി. എന്നിട്ടും വയനാട്ടിൽ കോൺഗ്രസ് നേടി. ഞാനൊന്ന് പറയട്ടെ ലാലേ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ്. അവിടെ ചൂരൽമല അതേപോലെയൊരു വലിയ ദുരന്തം ഉണ്ടായല്ലോ, പ്രളയ ദുരന്തം, ഒരു ഉരുൾപൊട്ടൽ, ഭയങ്കരമായ നാടിനെ, രാജ്യത്തെ, ലോകത്തെ നടുക്കിയ ഒരു ദുരന്തം. എത്രയോ വീടുകൾ തകർന്നു, എത്രയോ കുടുംബങ്ങൾ തകർന്നു, എത്രയോ ജീവനുകൾ പോയി. ആ ദുരന്തത്തിനെ സഹായിക്കാൻ, ആ ദുരന്തബാധിതരെ സഹായിക്കാൻ കൈനീട്ടി എത്തിയത് ആരാ? കേരളത്തിൻ്റെ പിണറായി സർക്കാരല്ലേ? അവർ മാത്രമല്ലേ, അവരല്ലേ പ്രധാനമായിട്ടും അവർ വീട് വെച്ച് നൽകിയത്? ആ വീട് വെച്ച് നൽകിയത് ഊരാളുങ്കൽ എന്ന, അത് ഇടതുപക്ഷത്തിനോട് താല്പര്യമുള്ള, ഇടതുപക്ഷമായിട്ട് ബന്ധമുള്ളവരായിരിക്കാം. പക്ഷേ അവർ ഇന്ത്യയിലെ റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതി പത്രം മേടിച്ചിട്ടുള്ളവരാണ് ഊരാളുങ്കൽ ULCC എന്ന് പറയുന്നത്. അവരുടെ പണി പെർഫെക്റ്റാണ്. അവരൊരു വീട് വെച്ചാൽ, അവർ റോഡ് പണിതാൽ അങ്ങേയറ്റം പെർഫെക്റ്റാണ്. അതിനകത്ത് അവരുടെ വീടൊന്നും ഞാൻ അന്വേഷിച്ചു. ഈയിടെ നമ്മുടെ ഹൈവേകളൊക്കെ പോയല്ലോ, ഊരാളുങ്കലിൻ്റെ വല്ല റോഡും പോയോ നോക്കി, ഇല്ല. ഊരാളുങ്കലിൽ ഒറ്റ റോഡും പോയിട്ടില്ല ലാലേ. അതാണ് ഊരാളുങ്കൽ. അത്രയ്ക്ക് വിശ്വാസ്യത അവർക്കുണ്ട്. അവർ പണിത വീടാണ്. ഒരു ഭൂകമ്പത്തിലും ഒരു ഉരുൾപൊട്ടലിലും തകർന്നു പോകാത്തത്ര ശക്തിയുള്ള, കരുത്തുള്ള വീടുകൾ, അതിമനോഹരമായ വീടുകൾ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. കേന്ദ്രം എന്താണ് സഹായിച്ചത്? കേന്ദ്രം അവരുടെ വായ്പ എഴുതി തള്ളാൻ പോലും തയ്യാറായോ? എന്നിട്ടും ഞാൻ പറഞ്ഞു വരുന്നതില്ലാലേ, എന്നിട്ടും വയനാട് ജില്ലയിൽ കോൺഗ്രസ് മുന്നേറി. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ എന്താണ് ഗവൺമെൻറ് ചെയ്യുന്ന വികസന പദ്ധതികളുടെ നേട്ടം, കൊയ്യുന്ന ആൾക്കാരുടെ രീതി എന്താണ് എന്ന് നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു മറുവശം. അതേക്കുറിച്ച് ജനങ്ങൾ തന്നെ ഒരു ബോധവാന്മാരാവണം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, കാരണം ജനങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകരാണല്ലോ, അവരത് പഠിക്കണം. കാരണം അവരെ നാളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് അവരുടെ ചുമതലയാണ്. താങ്കൾ ഈ പറഞ്ഞു വന്നത്, ഈ പറയുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്ന ഈ ആരോപണങ്ങളെക്കാളും മാധ്യമങ്ങളും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പല പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ സാധാരണ ജനങ്ങൾ അവരുടെ പ്രാദേശിക രാഷ്ട്രീയം തന്നെയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലാലേ. ലാലത് ഒരു പടി മുന്നേ എറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രാദേശിക തലത്തിൽ ജനങ്ങൾക്ക് പല പ്രാദേശിക താല്പര്യങ്ങളുണ്ട്. അത് സംസ്ഥാന താല്പര്യമായിരിക്കണം എന്നില്ല, ദേശീയ താല്പര്യമായിരിക്കണം എന്നില്ല. ഈ അതിഗംഭീരമായ വീടുകൾ നിർമ്മിച്ചു തന്ന സർക്കാർ, ഇപ്പം ഞാൻ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി ശ്രീകുമാറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പിരിച്ച കാശിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ കാശ് എങ്ങനെ ചിലവാക്കി, എവിടെ പോയി, എൻ്റെ കണക്ക് വല്ലതും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് ആ കണക്കറിയാം. ഇപ്പോഴും നമ്മുടെ വീഡിയോകളൊക്കെ, സോഷ്യൽ മീഡിയയൊക്കെ തുറന്നാൽ അതിൻ്റെ കണക്കുകൾ ഇഷ്ടംപോലെ വരും. അതിന് കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം സ്ഥാനം നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ പ്രസംഗങ്ങളും കാണാൻ പറ്റും. പക്ഷേ ആ കണക്കൊന്നും ഇല്ല കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ. അതും കൂടി ഓർക്കണം. എന്നിട്ടും അവിടെ കോൺഗ്രസ് ജയിച്ചില്ലേ? അതാണ് ഞാൻ കാണിച്ചു വരുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, സംസ്ഥാന തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവർക്ക് കാഴ്ചപ്പാടുണ്ട്. ദേശീയ തലത്തിലുള്ള രാജ്യത്തെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, 18ഉം 19ഉം സീറ്റൊക്കെ അവർക്ക് കൈയച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ്സിന്. ആ രീതിയല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു,
ഇവിടെ കേരളത്തിന് സത്യമായിട്ടും പറയാം, കേരളത്തിന് വ്യക്തമായ ഒരു ഭരണ ലക്ഷ്യമുണ്ട്. ആ ഭരണത്തിൽ തന്നെയാണ് പിണറായി വിജയൻ പോകുന്നത്. അതനുസരിച്ചുള്ള ഒരു ഭരണവിധിയായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും ലാലിനെ വിളിച്ചാൽ മതി, ഞാനിവിടെ വരാം. തീർച്ചയായും അപ്പോൾ നമുക്ക് കാണാം. തീർച്ചയായും. ശ്രീ അനിൽകുമാർ, കുറച്ച് സമയം കൂടിയാണ് ഈ ഇടവേളയ്ക്ക് മുമ്പായി എനിക്ക് ഉള്ളത്. അവിടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ഈ കാര്യമുണ്ട്. ഈ വയനാട്ടിൽ സാധാരണ കോൺഗ്രസ്സുകാരാണ് അവർ. ആ സാധാരണ കോൺഗ്രസ്സുകാർ, അവർക്ക് കോൺഗ്രസ്സുകാരൻ്റെ ലേബലിൽ ഇരുന്നിട്ട് അവർ മത്സരിക്കുമ്പോൾ അവർ കോൺഗ്രസ് പാർട്ടിയുടെ കോളത്തിൽ ടാലി വീഴുന്ന രീതിയിൽ തന്നെയാണ് അവർ മത്സരിക്കുക, ജയിക്കുക, അതൊക്കെ ചെയ്യുക. അതിൽ ഒരുപക്ഷെ ഈ പറയുന്ന പണം പിരിച്ചിട്ട് പുട്ടടിച്ച കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ അവരെ പെടുത്താൻ പറ്റില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പലരോടും ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണല്ലോ. മാധ്യമങ്ങളിൽ പോലും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തതാണല്ലോ. ഓരോ മാസവും എല്ലാ മാസവും 30-ാം തീയതി ഉണ്ടെന്ന് കേട്ടതാണല്ലോ, അന്ന് തീർക്കുന്നതാണല്ലോ പറഞ്ഞത്. ഇതൊന്നും കാണാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ മറുപടി പറയാനുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. അവിടെയാണ് ആ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത്. ഈ തരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി ആ കാര്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ ആയി എന്ന് പറഞ്ഞിരിക്കേണ്ടതില്ല എന്നുകൂടി ഒരു അർത്ഥമുണ്ട് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്. ഇപ്പോൾ നന്ദുവും എൻ ശ്രീകുമാറും ശ്രീ ജേക്കബ് ജോർജും പറഞ്ഞതിന് ഒരു 3 മിനിറ്റിൽ താങ്കൾക്ക് ഇപ്പോൾ എന്ത് മറുപടിയുണ്ട്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് എത്ര പരാജയം ഉണ്ടായെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. തോറ്റതിനപ്പുറത്ത് തോറ്റു എന്ന് പറഞ്ഞാൽ ഞങ്ങളാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തകർന്നിട്ടില്ല. ഞങ്ങളുടെ അടിത്തറ ഭദ്രാണ്. ഇപ്പം ഞങ്ങൾ എവിടെയാണ് വിജയിച്ചിരിക്കുന്നത്? 1, ജില്ലാ പഞ്ചായത്തുകളെടുത്താൽ 7-7. അതിൽ അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണ്? BJPക്ക് ജില്ലാ പഞ്ചായത്തിൽ ആകെ ഒരു സീറ്റേ ഉള്ളൂ കേരളത്തിലെവിടെ. അതെവിടെയാണ്? കാസർഗോഡ് ജില്ല ഒരു സീറ്റാണ്. ഇത് കാണിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18 സീറ്റിൽ 1-2 സ്ഥാനങ്ങളിൽ വന്ന BJP ആ നിലയിൽ ഇന്ന് നിൽക്കുന്നില്ല. തൃശ്ശൂരിലടക്കം താഴേക്ക് പോയി. കോർപ്പറേഷൻ ചില സീറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? BJP വളരാൻ പോകുന്നു, അല്ലെ BJP വളർന്നിരിക്കുന്നു, BJP നിയമസഭയിൽ സീറ്റ് പിടിക്കാൻ പോകുന്നു എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആരും BJPക്കെതിരായിട്ട് കോൺഗ്രസിൻ്റെ ചിറകിനടിയിലേക്ക് പോകേണ്ടതില്ല. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം. തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഏതാണ്ട് 4-4 മണ്ഡലം അവിടെയുണ്ട് ഈ കോർപ്പറേഷനകത്ത്. ശ്രീകുമാർ സാർ സമ്മതിച്ചു UDF അവിടെ 3-ാം സ്ഥാനത്താണ്. ശരി, സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ 4 മണ്ഡലത്തിലോ 4.5 മണ്ഡലത്തിലോ BJP തോൽപ്പിക്കണമെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള ഒരു LDF വോട്ട് ചെയ്യണമെന്നുള്ള ധാരണ അവിടെ ഉണ്ട്. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് LDFന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കാനുള്ള ഊർജ്ജം നൽകുന്നു. ഞങ്ങളാണ് 2-ാം സ്ഥാനത്ത്. ബാക്കി സ്ഥലങ്ങളിലോ BJP പേടിക്കേണ്ടാത്ത ശക്തിയാണ്. തൃശ്ശൂർ ഉൾപ്പെടെ BJP ഒരു സീറ്റിലും ജയിക്കാൻ പോകുന്നില്ല. പിന്നെന്ത് വേണം? ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് കിട്ടാത്ത BJP ആണോ, ഒരു ബ്ലോക്ക് പോലും കിട്ടാത്ത BJP ആണോ ഭരിക്കാൻ പോണത്? അതുകൊണ്ട് ആരും BJPയെ പേടിച്ചിട്ട് മതന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണം ഞങ്ങളുടെ കൂടെ ആവട്ടെ, അതാണല്ലോ മുസ്ലിം ലീഗ് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാം പറയുന്നത്. പിന്നെ BJPയുടെ പ്രവൃത്തി പറഞ്ഞ് ഞങ്ങൾക്ക് ഏതൊരു പേര് പറയാൻ ഭയം. അങ്ങനെ ഉണ്ടോ? ഞങ്ങൾക്ക് ഭയം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് നല്ല ഭയമുള്ളവരാണ്. താലിബാനെ സ്വീകരിച്ചത് ആരാ? ഞങ്ങളാ. താലിബാൻ്റെ മന്ത്രി വന്നപ്പോൾ സ്ത്രീകൾ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല തീരുമാനിച്ചത് നിങ്ങളാണോ ഞങ്ങളാണോ? ഡൽഹിയിൽ ഏത് താലിബാൻ തീരുമാനിച്ചത്? മറന്നു പോകുന്നുണ്ടോ? പണ്ട് നിങ്ങളുടെ നേതാവ് ഭീകരവാദികളെ ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് അവസരം തരാം. അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ദയവായി. കള്ളം പറഞ്ഞു പോകും. കള്ളമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് തിരുത്തിയല്ലോ. ശരി. ഒന്ന്, രാജ്യം വെറുക്കുന്ന ലോകം വെറുക്കുന്ന താലിബാന് ചുവപ്പ് പതാക ഡൽഹിയിൽ വിരിച്ചു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ചുവപ്പ് പതാക വിരിച്ച് താലിബാനെ മാലയിട്ട് സ്വീകരിച്ചു. അത്ര സമ്മതിച്ചല്ലോ. ആ താലിബാനെ ഇന്നും എതിർക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് ഞങ്ങളുടെ ഭാഗം. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയെ തോൽപ്പിക്കുന്നത് മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ അവരുടെ കൂടിയാണ്. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടിയാണ്. എന്നിട്ട് കേരളത്തിൽ വന്ന് വാച അടിക്കുന്നോ? കുന്തിരിക്കാൻ കരുതിക്കോ, അവലും വല്ലതും കരുതിക്കോ.
നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്ന് ആലപ്പുഴ മുദ്രാവാക്യം വിളിച്ചപ്പോഴേ പിടിച്ച് ജയിലിലേക്ക് വെച്ചു. യെസ്. നിങ്ങളും SDP കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലാൻ നോക്കിയപ്പോൾ 2 കൂട്ടരും ജയിലിൽ വെച്ചു പിണറായി വിജയൻ ഗവൺമെൻറ്. ഞങ്ങൾക്കൊരു വിവേചനമില്ല 2 വർഗീയ ശക്തികളോടും, അത് ഏത് കൂട്ടരാണെങ്കിലും. ഇവിടെ എന്താണ് ഇത് പ്രശ്നം? BJP ഇവിടെ പിടിക്കാൻ വരുന്നു എന്നൊരു ഉമ്മാക്കി കാണിച്ച് ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിൻ്റെ പെട്ടിയിലാക്കുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ വലതുപക്ഷ തന്ത്രം. അതിനവർ കേന്ദ്ര സർക്കാരുമായി അല്ലെങ്കിൽ പിണറായി വിജയൻ RSSുമായി സഖ്യമുണ്ടാക്കാൻ നോക്കുന്നു. അന്തർധാരയുണ്ട്. അതിനാണ് PM ശ്രീ. ഏത് PM ശ്രീ? രാജസ്ഥാനിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ 4 സ്റ്റേറ്റിൽ 4 കൊല്ലം മുമ്പ് ഒപ്പിട്ട കോൺഗ്രസ്സുകാരൻ VC വേണുഗോപാൽ ഇവിടെ വന്നിട്ട് പറയുക 4 കൊല്ലം മുമ്പ് അവർ ഒപ്പിട്ടതാ. ആ കാര്യം ഇപ്പോൾ ഞങ്ങളൊരു MOUയിൽ ഒപ്പിടാൻ പോയത് ഏതോ അന്തർധാരയാണ്. അത് മനസ്സിലായില്ല. അവിടെ പണ്ടേ ഒപ്പിട്ട് കഴിഞ്ഞു കോൺഗ്രസ്. ശരി. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാം പറയണത് അത് വലിയ കുഴപ്പമായി പോയി. ശരി. അപ്പോൾ കോൺഗ്രസ് അത്തരത്തിൽ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ വോട്ട് മാറി കുത്തിക്കാൻ ഇപ്പോൾ ഇടയുണ്ടാക്കുന്നു, വർഗീയത വളർത്തി വോട്ട് നേടാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇനിയിപ്പോൾ പറയേണ്ടി വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പറയേണ്ടി വരും. N. ശ്രീകുമാർ നോക്കൂ, അപ്പോൾ ഈ പറഞ്ഞ കണക്കുകൾ മാത്രം വെച്ച് തരംഗമാണ് പഞ്ചായത്തിൽ എന്ന് പറഞ്ഞ് മെയ് വരെ പോകാൻ പറ്റുമോ? നോക്കൂ ലാലേ, UDF കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെറുതെ വാദിക്കുന്ന ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന എൻ്റെ സമയം ഞാൻ വെറുതെ പാഴാക്കി. ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, 7 വീതം ജില്ലാ പഞ്ചായത്ത് കിട്ടിയെന്ന്. ശ്രീ അനിൽകുമാർ, 7 വീതം ജില്ലാ പഞ്ചായത്ത് കിട്ടിയെന്നുള്ള ശരിയാ. പക്ഷേ UDFന് 196 ഡിവിഷനും LDFന് 148 ഡിവിഷനുമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം കൂടെ അവിടെ കാണണം. പിന്നെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു വയനാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, യൂത്ത് കോൺഗ്രസ്സുകാരെ കുറിച്ച് അത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊന്നും ജനം വിശ്വസിച്ചില്ല, എല്ലാം തള്ളിക്കളഞ്ഞ് ജേക്കബ് ജോർജ്. UDFനെതിരെ LDF കൊണ്ടുവന്ന, പിണറായി വിജയൻ കൊണ്ടുവന്ന, ഗോവിന്ദ മാഷ് കൊണ്ടുവന്ന, ഇവിടെ ഇരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അതായത് PR വർക്ക്, കാശ് കൊടുത്ത് നമ്മൾ മീഡിയാസിനെ അതിലെ PR വർക്കൊക്കെ നടത്തിയിട്ട് പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി, നമ്പർ 1 എന്നൊക്കെ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ലെന്ന് തെളിഞ്ഞു. കേരളത്തിലെ UDF ജില്ലാ പഞ്ചായത്തുകളിൽ തന്നെ ഞാൻ പറയാം, അതാണ് രാഷ്ട്രീയമായിട്ട് നമ്മൾ എടുക്കാം, ബ്ലോക്ക് മാറ്റി വയ്ക്കാം. അതിൽ തന്നെ 196 ഡിവിഷനിൽ UDFും 148 ഡിവിഷനിൽ LDF, 48 ഡിവിഷനിൽ UDFന് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF ആണ് അധികാരത്തിൽ വരുമെന്നുള്ള പരമാർത്ഥ കണക്ക് വെച്ച് അങ്ങനെയാണ് പറയുന്നത്. ഈ കണക്കിനെ ബലപ്പെടുത്താൻ വേണ്ടി BJP ഇതാ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ അവരും പ്രചരിപ്പിക്കും. നിങ്ങൾ അതിന് നിന്നു കൊടുക്കും. കാരണം നിങ്ങൾക്ക് ചില സഹായങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ. അത് കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വളർന്നു എന്ന് പറയാനുള്ള തെളിവുകൾ ഇപ്പോൾ ഇല്ല താനും, ഈ പറഞ്ഞ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പറയൂ. അല്ല, കേരളത്തിനകത്ത് CPM ഇത്രത്തോളം എന്തിനാണ് BJP ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തില്ല, ജില്ലാ പഞ്ചായത്തില്ല എന്ന് പറയുമ്പോൾ പോലും CPM എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? അഡ്വക്കേറ്റ് ശ്രീ K. അനിൽകുമാറിൻ്റെ ഒരു വിലാപം കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ആകെ ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഈ പറയുന്ന BJPയെ തിരുവനന്തപുരത്ത് പിടിച്ചു നിർത്താൻ. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്, ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ വിലപിക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. അത്രയൊന്നും ഭയപ്പെടേണ്ട കാര്യമായിട്ടില്ല. ജനങ്ങൾ കൃത്യമായി കാര്യങ്ങളെ അപഗ്രഥിക്കുന്നുണ്ട്, അവർ കൃത്യമായി തീരുമാനം എടുത്തിട്ടുണ്ട്, അവർ കൃത്യമായി തീരുമാനം നടപ്പിലാക്കും. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ഈരാറ്റുപേട്ട 9-ാം വാർഡിൽ PDPയുടെ ജില്ലാ പ്രസിഡന്റിന് സീറ്റ് കൊടുത്ത LDFിൻ്റെ മതേതരത്വത്തെക്കുറിച്ച് താങ്കൾ ഇതുവരെ പറഞ്ഞില്ല. ഇനി അത് പോട്ടെ, അത് ഞാൻ വിട്ടു. അപ്പോൾ അടുത്ത് അതേപോലെ തന്നെ കേരളത്തിനകത്ത് NIA വന്നപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങളാണ് കൂടുതലായി ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ കേരളത്തിനകത്ത് NIA കൊണ്ടുവന്ന് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നേതാക്കന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടന്നപ്പോൾ കേരള പോലീസിനെ അവർ അറിയിച്ചില്ല. അവർ CRPFകാരെ കൊണ്ടുവന്ന് കോയമ്പത്തൂരിൽ ഇറക്കി അവിടെ നിന്ന് റോഡ് മാർഗം കൊണ്ടുവന്നിട്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തേണ്ടി. എന്തുകൊണ്ടാണെന്നറിയാമോ? പച്ച വെളിച്ചം എന്നുള്ള നിലയിൽ ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടതുപക്ഷ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന നിലപാടുകളെ കുറിച്ച് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഒന്നും ഉത്തരം താങ്കളുടെ കയ്യിലില്ല എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ BJPയെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. BJP ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് പോലും ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ BJPയെ കേരളം പുറകോട്ടടിപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ വാദം. അതിൻ്റെ ഫലമായി മതപരമായ ഏകീകരണം ഉണ്ടാക്കാൻ BJPയുടെ പരിശ്രമം പൊളിഞ്ഞപ്പോൾ അതിന് ബദലായി ഒരു ഏകീകരണം ഉണ്ടാക്കാൻ വേറെ കുറേ കൂട്ടരുണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമി അടക്കം, മുസ്ലിം ലീഗ് അടക്കം ഗുണഭോക്താക്കളാണ്. അവരുടെ കീഴിലും ആളുകൾ അണിനിരക്കേണ്ട ഗതികേടിന്ന് കേരളത്തിലില്ല. ഇതാണ് ഞങ്ങളുടെ സെക്കുലർ രാഷ്ട്രീയത്തിൻ്റെ ബേസ്. 2,
ഞങ്ങളാണോ ഈ വയനാട്ടിൽ KPCCയുടെ ആപ്പ് വിഴുങ്ങിയത്? പിന്നെ പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ഉണ്ടാക്കിയ ആരോപണം പൊളിഞ്ഞു, ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ ഈ KPCC വയനാട്ടിന് വേണ്ടി പിരിച്ച കാശെത്ര ഇന്ന് പറയാമോ? ഞാനിപ്പോൾ എൻ്റെ സമയം മാറ്റിവെക്കാം. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് പറ, വയനാടിന് വേണ്ടി KPCC എത്ര രൂപ നിങ്ങളുടെ ആപ്പിലൂടെ പിരിച്ചു? ഇപ്പം പറഞ്ഞാൽ മതി, ഞാൻ അവസാനിപ്പിച്ചു ആ കാര്യം. നിങ്ങളുടെ കണക്കില്ല. യെസ്, ആ കാശ് വിഴുങ്ങി. ശരി. ആ കാശ് വിഴുങ്ങിയെന്നൊരു യാഥാർത്ഥ്യം ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി വയനാട്ടിൽ ജയിച്ചതോടുകൂടി ഞങ്ങൾ കട്ട കാശിന് തിരിച്ചു വെക്കണ്ട എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ശരി ശരി സമയത്തിന്റെ അല്ലേ പ്രശ്നമുണ്ടാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ കട്ട കാശ് തിരിച്ചു വെക്കണ്ട എന്ന അഭിപ്രായമുണ്ടോ? ശരി, ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിലേക്ക് അവസാനത്തെ ഒരു 1 മിനിറ്റ് തന്നെ, അതിൽ താഴെയുള്ള സമയം. ഈ പറയുന്ന എനിക്ക് ഇച്ചിരി മതി, ഒറ്റ വരിയേ ഉള്ളൂ. അത്ര എളുപ്പമല്ല കാര്യങ്ങളാണ് ഇപ്പൊ ഈ ചർച്ച ചെയ്ത് മനസ്സിലായത്. അല്ലല്ല, ശ്രീകുമാർ, ബഹുമാനപ്പെട്ട ശ്രീകുമാർ എന്നോട് പറയുന്നത് അത് കള്ളപ്രചരണം, ദുഷ്പ്രചരണം എന്നാണ്. അപ്പോൾ ആ വീട് വെച്ചൊന്നും ശരിയല്ലേ ശ്രീകുമാറേ? അപ്പോൾ കുറേ കാശൊക്കെ ഊരാളുങ്കലുകാർ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഭയങ്കരമായിട്ട്. വലിയ നല്ല വിലയുള്ള വീടുകളാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ലാലേ, ഒരു ചിലവെടുത്താൽ ശ്രീകുമാറും ഞാനും കൂടെ ഒന്ന് പോയി നോക്കാം. ഞങ്ങളെല്ലാവരും പണ്ടേ കൂട്ടുകാരാണ്, ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ശ്രീകുമാർ അവിടെ പോയി നോക്കണം. അവിടെ ഞാൻ നേരിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അല്ലാതെ ഞാനൊക്കെ നല്ല ഉത്തരവാദിത്തമുള്ളൊരു പത്രപ്രവർത്തനമാണ് ആയിരുന്നു കേരളത്തിലെ. അതുകൊണ്ട് ഞാൻ കള്ളത്തരം പറയാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. ഞാൻ കള്ളത്തരം പറഞ്ഞു എന്ന് ശ്രീകുമാർ പറയുകയും ചെയ്യരുത്, മോശമാണ്. ശരി, ശ്രീ എൻ ശ്രീകുമാർ ആവശ്യപ്പെടുകയാണെങ്കിൽ, അങ്ങ് മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ശ്രീ ജേക്കബ് ജോർജ് മാധ്യമ പ്രവർത്തകനാണ്. ഈ പ്രിവിലേജ് രാഷ്ട്രീയക്കാർക്കില്ല. ഈ പറയുന്ന ഇവരുടെ നേതൃത്വത്തിൽ വേണമെങ്കിൽ ഈ പറയുന്ന പണം പിരിച്ചതിൻ്റെ ആപ്പ് അന്വേഷിക്കാൻ വേണ്ടി, പണം പിരിച്ചത് എവിടെ നോക്കാനും ഊരാളുകളുടെ കൃത്യത അന്വേഷിക്കാനും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോകാം. കൈരളി അതിന് മുൻകൈ എടുക്കണമെന്ന് ഞാനും ഇവിടെ ആവശ്യപ്പെടാം. അപ്പോൾ അത് ശ്രീ എൻ ശ്രീകുമാർ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി. ആ കാര്യത്തിൽ ഞാൻ മുൻകൈ എടുക്കാം. എന്തായാലും അത്ര എളുപ്പമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ മാത്രം വെച്ച് ഒരു 5-6 ദിവസം കൂടി വലിയ ആവേശവും തരംഗവുമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഇത് ഏപ്രിൽ വരെയൊന്നും, അങ്ങ് അറ്റം വരെയൊന്നും പോകാൻ സാധ്യതയില്ല. അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലവും ഈ കണക്കുകൾക്കില്ല. അത് മനസ്സിലാക്കേണ്ടത് LDF പഠിക്കുന്നതിന് മുമ്പ് കോൺഗ്രസും BJPയും തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ അനിൽകുമാർ, ശ്രീ എൻ ശ്രീകുമാർ, നന്ദു, ഒപ്പം ശ്രീ ജേക്കബ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.